بسم الله الرحمن الرحيم يسألونك عن الأنفال قل الأنفال لله والرسول فاتقوا الله وأصلحوا ذات بينكم وأطيعوا الله ورسوله إن كنتم مؤمنين إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا خير من دفنت بالقاع يعظمه فطاب من طيبهن القاع واللكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم. وصاحبك فلا أنساهما أبدا مني السلام عليكم ما جرى القلم. ബഹുമാനികളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം ഇന്നലെ പറഞ്ഞു വെച്ച വിഷയങ്ങളുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കുന്നു. സഹോദരന്മാരെ, നമ്മൾ ഇന്നലെ പറഞ്ഞു വന്നത് അല്ലാഹുവിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ചാണ്. അല്ലാഹുവിലുള്ള വിശ്വാസം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്
ആ കലിമത്തു തൗഹീദിൽ വിശ്വസിക്കലാണ് അല്ലാഹുവിലുള്ള വിശ്വാസം. അതിന്റെ അനുബന്ധമായി വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹു ഏകനാണ്, അല്ലാഹുവിന് ഒരു വിധത്തിലും ഒരു കൂറുകാരനും ഇല്ല. ഇത് വിശ്വസിക്കുമ്പോൾ മാത്രമേ അല്ലാഹുവിൽ വിശ്വസിക്കലാവുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഹദീസ് ഇന്നലെ ഞാൻ നിങ്ങൾക്ക് ഉദ്ധരിച്ച് കേൾപ്പിച്ചു തന്നു. വേറെയും ഒരുപാട് വിഷയങ്ങൾ ഇന്നലെ നാം സംസാരിച്ചു. അല്ലാഹുവിന് ഒരു വിഷയത്തിലും ഒരു കൂറുകാരനും ഇല്ല. നാം ആരും ഒരു വിഷയത്തിലും അല്ലാഹുവിന്റെ കൂറുകാര് അല്ല. നമ്മൾ അല്ലാഹുവിന്റെ പൂർണ്ണമായ അടിമകളാണ്. മലക്കുകളും ജിന്നുകളും മനുഷ്യരും, അതിൽ അമ്പിയാക്കൾ വരെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ അബ്ദുഹു വ റസൂലുഹു, അല്ലാഹുവിന്റെ അടിമയാണ്. ഉടമസ്ഥാധികാരം ഇല്ല, അല്ലാഹുമായി ഒരു വിഷയത്തിലും പങ്കില്ല. അല്ലാഹു തആല പറഞ്ഞയച്ചിട്ടുള്ള അവന്റെ സൃഷ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ മഹാനും ആണ്. ഇതാണ് നമ്മുടെ വിശ്വാസം. ഇത് വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, എല്ലാ ഖൈറും അല്ലാഹുവിങ്കൽ നിന്നാണ്, എല്ലാ ശർറും സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്. കാരണങ്ങളായി അല്ലാഹു തആല പലതും വെച്ചിട്ടുണ്ട്. മരുന്ന് കാരണമാണ്, ഡോക്ടർമാർ കാരണമാണ്, എഞ്ചിനീയർമാർ കാരണമാണ്, വക്കീലന്മാർ കാരണമാണ്, ജഡ്ജി കാരണമാണ്, ഭരണാധികാരികൾ കാരണമാണ്, ആരോഗ്യമുള്ളവർ കാരണമാണ്, പണക്കാര് കാരണമാണ്, പണ്ഡിതന്മാര് കാരണമാണ്, അമ്പിയാക്കൾ കാരണമാണ്, ഔലിയാക്കൾ കാരണമാണ്, കറാമത്ത് കാരണമാണ്, മുഅ്ജിസത്ത് കാരണമാണ്. സൽക്കർമ്മങ്ങളൊക്കെയും കാരണങ്ങളാണ്. കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. സഹോദരന്മാരെ, അള്ളയാണ് എല്ലാം കൊടുക്കുന്നത് എന്ന് പറഞ്ഞില്ലേ? ആ അല്ലാഹു തആല അവൻ മാത്രമേ സൃഷ്ടിക്കുന്നവനുള്ളൂ, ഉണ്ടാക്കുന്നവനുള്ളൂ. അതുകൊണ്ട് ഖുർആനിൽ നിങ്ങൾക്ക് കാണാം, ഏത് വിഷയങ്ങളെ സംബന്ധിച്ച് നോക്കിയാലും അല്ലാഹുവിന്റെ ഉത്തരവ് പ്രകാരമല്ലാതെ ഒന്നും നടക്കുന്നില്ല എന്ന് കാണാം. എന്ത് കാര്യത്തിന് വേണം അല്ലാഹുവിന്റെ ഇതിന്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്ത മുഅ്ജിസത്ത് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ആ മുഅ്ജിസത്ത് അന്നീ യഖ്ലുഖു ലക്കും മിനത്ത്-തീനി കഹൈഅത്തി-ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്, കളിമണ്ണ് കൊണ്ട് ഞാൻ പക്ഷിയുണ്ടാക്കും, ആ പക്ഷിയിൽ ഞാൻ ഊതും, ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്, അപ്പോൾ ആ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പക്ഷി അത് പറന്നു പോകും അല്ലാഹുവിന്റെ ഇതിനോടുകൂടെ. ഇതിന് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ശേഷം ഞാൻ പറയുന്നുണ്ട്. സഹോദരന്മാര് ശരിക്കും മനസ്സിലാക്കണം. പിന്നെയും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വഉഹയിൽ മൗതാ ബിഇദ്നില്ലാഹ്. സഹോദരന്മാരെ, വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വഉഹയിൽ മൗതാ ബിഇദ്നില്ലാഹി, ഞാൻ സുഖപ്പെടുത്തും ഏത് രോഗം? എല്ലാ വൈദ്യശാസ്ത്രവും പരാജയപ്പെടുന്ന വെള്ളപ്പാണ്ട് രോഗമുണ്ടല്ലോ, പ്രസവിക്കുമ്പോഴേ ഉള്ള അന്ധതയുണ്ടല്ലോ, ആ രോഗങ്ങൾ ഞാൻ സുഖപ്പെടുത്തും. വഉഹയിൽ മൗതാ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ ഉത്തരവ് പ്രകാരം. അതാണ് ഇതിന്. അല്ലാഹുവിന്റെ ഉത്തരവ് പ്രകാരം ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്യും. ആരാ പറയുന്നത്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. എന്ന് മാത്രമല്ല, വഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും, നിങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചാ വരുന്നത്, നിങ്ങൾ എന്ത് ഭക്ഷണമാ കഴിക്കുന്നത്, നിങ്ങളെ വീട്ടിന്റെ ഉള്ളിൽ അലമാരിയുടെ ഉള്ളിൽ എന്താണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്, എല്ലാ കാര്യങ്ങളും
ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രസ്താവന പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ നിങ്ങൾ കണ്ടോ, ബിഇദ്നില്ലാഹി, അല്ലാഹുവിന്റെ ഉത്തരവ് പ്രകാരം എന്നല്ലേ പറഞ്ഞത്. ഇതെടുത്തു വെച്ചുകൊണ്ട് മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷ ജനങ്ങളെ കബളിപ്പിക്കുന്നു. എന്താ കബളിപ്പിക്കുന്നത്? അവരുടെ എല്ലാ പുസ്തകത്തിലും കബളിപ്പിക്കുന്ന, അതാവരുത്ത് വന്നിട്ട് മൗലവിയും കബളിപ്പിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. എന്താ പറയുന്നത്? ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പ്രസ്താവിച്ചപ്പോൾ അവയെല്ലാം നീ ചെയ്യുന്നത് എന്റെ അനുവാദപ്രകാരം ഇതിനി ആണെന്നു അവിടെയും ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നത് കാണാം. അത് സൂറത്തുൽ മാഇദയിലെ ആയത്തിനെ സംബന്ധിച്ചാണ് ഞാനിപ്പോ ഓതിയ ആയത്തിന്റെ വിശദീകരണത്തിൽ മൗലവിമാർ പറയും. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മനസ്സിരുത്താതെ പലർക്കും അമളി പണയുകയും അങ്ങനെ പ്രവാചകന്മാരും അല്ലാത്തവരുമായ പല മഹാന്മാർക്കും അവർ ദിവ്യത്വം കൽപ്പിക്കുവാൻ ഇടയാവുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു നബിക്കും ഒരു പ്രവാചകനും ദിവ്യത്വം ദൈവമാണ് എന്ന് പറയുന്ന സ്ഥാനം കൽപ്പിച്ചിട്ടില്ല. അത് പച്ചക്കള്ളം നമ്മളെ പേരിൽ വെച്ച് കിട്ടിയതാണ്. ഇനി ബാക്കി കേട്ടു. ആ മഹാത്മാക്കൾ ഉദ്ദേശിക്കുമ്പോഴൊക്കെ അവർക്ക് പല അസാധാരണ സംഭവങ്ങളും വെളിപ്പെടുത്തുവാനും ചില മറഞ്ഞ കാര്യങ്ങൾ അറിയുവാനും കഴിയുമെന്നും അവർ ധരിച്ചു വശായിരിക്കുന്നു. ഈ ധാരണ നിമിത്തം മുസ്ലിം സമുദായത്തിൽ ശിർക്കുപരമായ എത്രയോ അന്ധവിശ്വാസങ്ങൾ കടന്നുകൂടിയിരിക്കുകയാണ്. ദൃഷ്ടാന്തങ്ങളോടുകൂടി അയക്കപ്പെട്ട പ്രവാചകന്മാർക്ക് പോലും അവർ ഉദ്ദേശിക്കുമ്പോൾ ആ ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെടുത്തുവാൻ സാധ്യമല്ല തന്നെ. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവന്റെ അനുവാദപ്രകാരം മാത്രമേ അവർക്കും അതിനു സാധ്യമുള്ളൂ. അള്ളാഹു പറയുന്നു, വമാ കാന ലിറസൂലിൻ അൻ യഅതിയ ബിആയത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. ഒരു റസൂലിനും തന്നെ അള്ളാഹുവിന്റെ അനുവാദപ്രകാരമല്ലാതെ ഒരു ദൃഷ്ടാന്തവും കൊണ്ടുവരാനാവുകയില്ല. ഇതെന്തിനാണ് ഇവർ പറഞ്ഞത്? ഔലിയാക്കൾ അമ്പിയാക്കൾക്ക് അവരുദ്ദേശിക്കുമ്പോൾ കറാമത്തും വിജയത്തും ഉണ്ടാവുകയില്ല. പടച്ചവൻ അപ്പോൾ ഇങ്ങനെ സമ്മതം കൊടുക്കലാണ്, അപ്പണ്ടാന. എന്നാ സഹോദരന്മാര്, ഇതാണോ ആ പറഞ്ഞതിന്റെ അർത്ഥം? ബിഇദ്നില്ലാഹി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെ പടച്ചവൻ സമ്മതം കൊടുക്കുക എന്നാണോ അതിന്റെ അർത്ഥം? ഒരിക്കലും അല്ല. പിന്നെ ഇദ്നില്ലാഹി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറിൽ വിവരിച്ചിട്ടുണ്ട്, പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. അമ്പിയാക്കൾ ഔലിയാക്കൾക്കുള്ള മുഅ്ജിസത്തും കറാമത്തും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാധാരണ പ്രവൃത്തികളും എല്ലാം അല്ലാഹുവിന്റെ ഉത്തരവ് പ്രകാരമേ നടക്കുള്ളൂ. ഞാൻ ഈ കൈയുയർത്തുന്നത് അല്ലാഹുവിന്റെ ഉത്തരവ് പ്രകാരമാണ്. ഞാൻ പ്രസംഗിക്കുന്നത് അല്ലാഹുവിന്റെ ഉത്തരവ് പ്രകാരമാണ്. നിങ്ങളും ഞാനും ഭക്ഷണം കഴിക്കുന്നത് അല്ലാഹുവിന്റെ ഉത്തരവ് പ്രകാരമാണ്. അത് ഏത് സാധാരണക്കാരനും അസാധാരണക്കാരനും, ഏത് സാധാരണ പ്രവൃത്തിയും അസാധാരണ പ്രവൃത്തിയും, ഏത് കാര്യം ചെയ്യുന്നതും ബിഇദ്നില്ലാഹി അല്ലാഹുവിന്റെ ഉത്തരവ് പ്രകാരമാണ്. അല്ലാതെ അതിന് അള്ളാഹിനോട് സമ്മതം ചോദിക്കുക എന്നല്ല അതിന്റെ അർത്ഥം, അനുവാദം വാങ്ങുക എന്നല്ല അതിന്റെ അർത്ഥം. അത് മൗലവിമാർ കബളിപ്പിക്കുകയാണ്. എന്താ മുസ്ലിയാരെ അതിന്റെ തെളിവ്? നിങ്ങളാ കബളിപ്പിക്കുന്നതെങ്കിലോ? എന്നാ അതിന്റെ തെളിവാണ് ഇനി പറയാൻ പോകുന്നത്. നന്നായി മനസ്സിലാക്കി വെച്ചോ. നിങ്ങൾക്ക് തർക്കമുണ്ടോ മൗലവിമാരെ? അല്ലാഹു തആല നമുക്ക് സാധിക്കാത്ത ഒരു കാര്യത്തിന് നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ടോ? ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. കഴിയാത്തൊരു കാര്യം അല്ലാഹു കൽപ്പിച്ചിട്ടില്ല. രണ്ടാമത് പഠിച്ചോളൂ, അല്ലാഹു ഏറ്റവും കൂടുതലായി ഏറ്റവും ഗൗരവത്തോടെ നമ്മളോട് കൽപ്പിച്ച കാര്യം എന്താ? നിങ്ങൾ മുഅ്മിനീങ്ങളാകണം, സത്യവിശ്വാസികളാകണമെന്നാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ ബില്ലാഹി വറസൂലിഹി. അതുപോലെ ഫആമിനൂ ബില്ലാഹി വറസൂലിഹി ഖുർആനിൽ എത്രയോ സ്ഥലത്ത് കാണാം, നിങ്ങൾ മുഅ്മിനീങ്ങളാകണം, അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കണം. ഈ വിശ്വസിക്കുക എന്ന് അല്ലാഹു നമ്മളോട് കൽപ്പിച്ച കാര്യമല്ലേ? എന്നാൽ അല്ലാഹു പറയുന്നു, ഈ വിശ്വസിക്കുക എന്നത് അല്ലാഹുവിന്റെ ഇതിനു കൊണ്ടല്ലാതെ സാധ്യമല്ല, അല്ലാഹുവിന്റെ ഉത്തരവ് കൊണ്ടല്ലാതെ സാധ്യമല്ല. വമാ കാന ലിനഫ്സിൻ അൻ തുഅ്മിന ഇല്ലാ ബിഇദ്നില്ലാഹ്. ഒരു മനുഷ്യനും അല്ലാഹുവിന്റെ ഇതിനോടുകൂടി അല്ലാതെ മുഅ്മിനാകാൻ സാധ്യമല്ല. എന്താ അതിന്റെ അർത്ഥം? മുഅ്മിനാകുമ്പോൾ അല്ലാഹുവിനെ വിളിച്ച് ചോദിക്കുക, പഠിച്ചോനെ ഞാൻ മുഅ്മിനാട്ടെ?
അപ്പൊ അള്ളാഹ് പറയാ നീ മുഅ്മിനായിക്കടാ. ഇങ്ങനെ അനുമതി വാങ്ങുക എന്നാണോ അതിന്റെ അർത്ഥം? ഒരു വ്യക്തിക്കും മുഅ്മിനാകാൻ സാധ്യമല്ല ഇല്ലാ ബിഇദ്നില്ലാഹി, അല്ലാഹുവിന്റെ ഉത്തരവ് പ്രകാരം അല്ലാതെ. അപ്പൊ എന്താണ് ഈ ഉത്തരവ്? മൗലവിമാര് പഠിക്കണം. ഇനി വേറെ ആയത്ത് പറയാം. തർക്കമുണ്ടോ നിങ്ങൾക്ക്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കണം എന്നതിൽ തർക്കമുണ്ടോ? നമ്മളോട് അല്ലാഹ് കൽപ്പിച്ചതല്ലേ അത്വീഉല്ലാഹ വ അത്വീഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. കഴിയാത്ത കാര്യം അല്ലാഹ് നമ്മളോട് കൽപ്പിക്കോ? പക്ഷേ അല്ലാഹു പറയുന്നു വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ ഉത്തരവ് പ്രകാരം മാത്രമേ ഏത് റസൂലിനെയും അനുസരിക്കാൻ കഴിയുള്ളൂ. അല്ലാഹുവിന്റെ ഉത്തരവ് പ്രകാരം മുർസലീങ്ങളെ അനുസരിക്കപ്പെടാനല്ലാതെ ഒരു റസൂലിനെയും അയച്ചിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിച്ച് 5 നേരം നിസ്കരിക്കണമെങ്കിൽ അതിന് നമുക്ക് അല്ലാഹുവിന്റെ ഉത്തരവ് വേണം. എല്ലാ സ്ഥലത്തും പറയുന്ന അല്ലാഹുവിന്റെ ഉത്തരവ് വേണം. അല്ലാഹുവിന്റെ ഉത്തരവില്ലാതെ ഒന്നും നടക്കൂല. എന്താ ഈ ഉത്തരവ്? അത് മനസ്സിലാകാത്തത് കൊണ്ടല്ലേ ഈ മൗലവിമാര് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെയും ഇമാമിങ്ങളെയും മുഴുവൻ കാഫിറാക്കി നടക്കുന്നത്. എന്താണ് ഈ ഉത്തരവ്? പഠിക്കൂ മൗലവിമാരെ, എന്താണ് ഈ ഉത്തരവ്? ആ ഉത്തരവ് കൊണ്ടുള്ള ഉദ്ദേശം ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ പറയുന്നു. അതേ ഒരു സ്ഥലത്ത് ഇതുപോലുള്ള ഒരു ഇതിന് വന്ന സ്ഥലത്ത് ഇമാം റാസി വിവരിക്കുന്നു. ഇതിന് എന്ന വാക്കിന് 4-5 അർത്ഥങ്ങൾ പറയുന്നുണ്ട്. അതിൽ എവിടെയും ഫിറ്റാകുന്ന ഒരർത്ഥം ബഹുമാനപ്പെട്ടവരെടുത്ത് ഉദ്ധരിക്കുന്നു. ഇന്നൽ മുറാദ മിൻ ഹാദൽ ഇദ്നി മാ ഹുവൽ മുറാദ് ബിഖൗലി ഇന്നമാ ഖൗലുനാ ലിശൈഇൻ ഇദാ അറദ്നാഹു അൻ നഖൂല ലഹു കുൻ ഫയകൂൻ വൽ മുറാദ് മിൻ ഹാദൽ അംരി ഇന്നമാ ഹുവ അത്തക്വീൻ വത്തഖ്ലീഖ് വൽ ഈജാദ് ലിഅന്നഹു ലാ യഖ്ദിറു അലൽ മൗതി വൽ ഹയാതി അഹദുൻ ഇല്ലല്ലാഹ് ഫഇദനിൽ മുറാദു അന്ന നഫ്സൻ ലൻ തമൂത ഇല്ലാ ബിമാ അമാതഹുല്ലാഹ്. ഒരായത്തിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് വമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹ്, ഒരാൾക്കും അല്ലാഹുവിന്റെ ഉത്തരവില്ലാതെ മരിക്കാൻ കഴിയൂല. അപ്പൊ മരിക്കുമ്പോൾ അല്ലാഹുവിനോട് ചോദിക്കും ഞാൻ മരിക്കട്ടെ എന്ന് ചോദിക്കാന്നാ, എന്നിട്ട് അനുവാദം കിട്ടിയാ മരിക്കാന്നാ എന്നല്ല. അവിടെ ഒക്കെ അർത്ഥം എന്താണ്? അല്ലാഹുവിന്റെ ഉത്തരവ് എന്ന് പറഞ്ഞാൽ ഏതൊരു സംഗതിയും പടക്കുന്നവൻ അല്ലാഹുവാണ്. മരണം പടക്കുന്നത്, ജനനം പടക്കുന്നത്, ഈ കൈ ഉയർത്തുന്ന ആ ഉയർത്തൽ എന്ന കാര്യം പടക്കുന്നത്, ഇരിക്കട്ടെ ശഫാഅത്തിനെ പടക്കുന്നത്, കറാമത്തിനെ പടക്കുന്നത്, മുഅ്ജിസത്തിനെ പടക്കുന്നത്, അതേ സ്വർഗത്തിൽ തന്നെ താമസിക്കലിനെ പടക്കുന്നത്, അതേ എല്ലാം പടക്കുന്നത് അല്ലാഹുവാണ്. ഈ പടക്കുന്ന സമയത്ത് അല്ലാഹുവിനൊരു ഉത്തരവുണ്ട്. ആ ഉത്തരവാണ് ഖുർആനിൽ അല്ലാഹു പറയുന്നു ഇദാ അറദ്നാഹു അൻ നഖൂല ലഹു കുൻ ഫയകൂൻ. ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. ഖുർആനിൽ അതാ പല സ്ഥലത്തും പഠിപ്പിക്കുന്നില്ലേ? എന്തൊരു കാര്യം ഇവിടെ വേണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ കുൻ, ഉണ്ടാകണം എന്ന ഒരു ഉത്തരവ്, ഉണ്ടാകണം എന്ന പടച്ചവന്റെ ഒരു ഉത്തരവ്, ആ ഉത്തരവ് അങ്ങുണ്ടാകുമ്പോൾ സംഗതി അങ്ങുണ്ടാകും. ഈ ഉത്തരവാണ് ഇതിന് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിന്റെ ഉണ്ടാകണം എന്ന ഉത്തരവ്, ആ ഉത്തരവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പോലെ പറയലാണെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. മറിച്ച് അത് അല്ലാഹു ഉദ്ദേശിക്കലാണ്. മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ, ഉണ്ടാകണം എന്ന് അല്ലാഹു ഉദ്ദേശിക്കുക. ഈ ഉദ്ദേശമാണ് ഉത്തരവ്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഖുർആൻ പറയുന്നു നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ നബിയാകട്ടെ അല്ലാത്തവരാകട്ടെ ആരാകട്ടെ എന്തിവിടെ നടക്കണമെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കണമല്ലോ. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കണം എന്നത് അല്ലാഹ് ആദ്യം ഉദ്ദേശിക്കണം. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്, അല്ലാഹു തആല ഉദ്ദേശിക്കുമ്പോഴല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല. അപ്പൊ അല്ലാഹുവിന്റെ ഉദ്ദേശം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ ഇന്നതുണ്ടാകണമെന്ന് അല്ലാഹു ഉദ്ദേശിക്കും. അപ്പോൾ അത് സംഗതി ഉണ്ടാകും. ആകയാൽ ഏത് കാര്യം ഇവിടെ നടക്കണമെങ്കിലും അത് മുഅ്ജിസത്തിനും കറാമത്തിനും മാത്രമുള്ള സംഗതിയല്ല. ഏത് കാര്യം ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ തന്നെ അല്ലാഹുവിന്റെ ഉത്തരവുണ്ടാകണം. അല്ലാഹ് അത് ഉദ്ദേശിക്കണം. അപ്പൊ അല്ലാഹു ഉദ്ദേശിക്കുക, അല്ലാഹു തആല സൃഷ്ടിക്കുക, അല്ലാഹ് കഴിവിനെ കൊടുക്കുക, അല്ലാഹു തആല അറിയുക, ഇങ്ങനെയുള്ള അർത്ഥമാണ് ഈ ഇതിന് എന്നതിനൊക്കെ
ശരിയുള്ള അർത്ഥമെന്ന് ഇമാം റാസി റഹിമഹുല്ലാഹ് വിവരിക്കുന്നു. അപ്പൊ മൗലൈമാര് ചെയ്തത് എന്താണ്? മുഅ്ജിസത്തും കറാമത്തും ഉണ്ടാകണമെങ്കിൽ പടച്ചവന്റെ അനുമതി കിട്ടണോന്ന് പറഞ്ഞു. ബാക്കിയുള്ളതോ? ബാക്കിയുള്ളതൊന്നും ഒരു അനുമതിയും വേണ്ട. മൗലൈമാരെ സ്വന്തം കഴിവുകൊണ്ട് ഇങ്ങനെ ചെയ്യന്നെ ഒക്കെ അല്ലേ? അനുമതി എന്ന് പറഞ്ഞാൽ അത് സാധാരണ സംഗതിക്കും വേണം ഉത്തരവ്, അസാധാരണ സംഭവത്തിനും വേണം ഉത്തരവ്. ഉത്തരവ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അതുണ്ടാകണമെന്ന് ഉദ്ദേശിക്കുക, അവൻ സൃഷ്ടിച്ചു കൊടുക്കുക, അവൻ തൗഫീഖ് കൊടുക്കുക. ഇതാണ് ഉത്തരവിന്റെ ഉദ്ദേശം. ഇതില്ലാതെ ഒരു സംഗതിയും നടക്കൂല. മൗലൈമാരെ മുഅ്ജിസത്തും കറാമത്തും അള്ളാഹിന്റെ അനുമതി ഇല്ലാതെ നടക്കൂല. ബാക്കിയുള്ളതൊക്കെ മൂപ്പരെ അനുമതിയോടെയാ നടത്തല്. എല്ലാ കാര്യവും അള്ളാഹുവിന്റെ ഉത്തരവോടുകൂടി തന്നെയാണ് നടത്തുന്നത്. മുഅ്ജിസത്തും കറാമത്തും മാത്രമല്ല, ഇത് മുഅ്ജിസത്ത് കറാമത്തിനെ നിഷേധിക്കുമ്പോൾ മുസ്ലിമീങ്ങൾ അതിന് പിന്നിലുണ്ടാവൂല. അത് ചുളിവിൽ നിഷേധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ചെപ്പടി വിദ്യയാണിത്. അത് പൊളിച്ച് തരിപ്പണമാക്കുകയാണ് ഇവിടെ. നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ട് നിങ്ങൾ എന്തിന് ദീൻ പറയാൻ പോകണം? നിങ്ങളെ ഖുർആൻ പരിഭാഷയിൽ എഴുതിയതാ ഞാൻ വായിച്ചത്. സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ പറയട്ടെ, മുസ്ലിമീങ്ങൾ വിശ്വസിച്ചു വെച്ചോ, അമ്പിയാക്കൾ, ഔലിയാക്കൾ അവർക്കൊരു കറാമത്ത് വേണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് അള്ളാഹ് ഉദ്ദേശിക്കുമ്പോഴാണ്. അങ്ങനെ അവരങ്ങ് ഉദ്ദേശിക്കുമ്പോൾ അല്ലാഹു തആല കറാമത്ത് മയ്യത്ത് കൊടുക്കലാണ്. അള്ളാഹ് അതിനുള്ള കഴിവ് കൊടുക്കലാണ്. ഇതുപോലെ ഞാൻ എന്റെ കൈ ഉയർത്തണമെന്ന് ഉദ്ദേശിക്കുന്നു. ആ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ എന്റെ കൈ ഉയർത്തുന്നു. അങ്ങനെ ഉയർത്തുമ്പോൾ അള്ളാഹു എനിക്ക് കൈ ഉയർത്താൻ കഴിവ് തരുന്നു. ഈ ഉയർത്തുന്നത് എന്റെ ശക്തിയല്ല, അള്ളാഹുവിന്റെ ശക്തിയാണ്. ഇത് ഉയർത്താൻ തോന്നിപ്പിച്ച റബ്ബ് അള്ളാഹുവാണ്. ഉയർത്തുന്നതും അള്ളാഹു തആല തരുന്നത് തന്നെ ശക്തിയാണ്. ഈ ഉയർത്തലിനെ പടക്കുന്നതും അള്ളയാണ്. ഞാൻ അതുമായി ബന്ധപ്പെടുന്നു മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഒരു കറാമത്ത് കാണിക്കണമെന്ന് ഒരു വലിയ ഉദ്ദേശിക്കുമ്പോൾ ആ ഉദ്ദേശിക്കുന്നത് അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ അദ്ദേഹം അങ്ങ് ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹ് കറാമത്തങ്ങ് കൊടുക്കുന്നു, പടച്ചു കൊടുക്കുന്നു. കേൾക്കണോ നിങ്ങൾക്ക് തെളിവ്? കേട്ടിട്ടില്ലേ നിങ്ങൾ? ബഹുമാനപ്പെട്ട ജുറൈജ് റളിയല്ലാഹു അൻഹു വ്യഭിചാരം ചെയ്തു എന്ന് ആരോപണം പറഞ്ഞു എതിരാളികൾ. എന്നിട്ട് ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ കട്ടപ്പര അവര് പോയി വലിച്ചെറിഞ്ഞു. വാസ്തവത്തിൽ അപരാധം പറഞ്ഞത് ഒരു വേശ്യപ്പെണ്ണാണ്. ആ വേശ്യപ്പെണ്ണ് പറഞ്ഞാൽ സ്വീകരിക്കാമോ സ്വീകരിച്ചുകൂടെ എന്ന് ജനങ്ങൾ നോക്കിയില്ല. ജനങ്ങളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. കളവ് പറയുന്നവനും വ്യഭിചരിക്കുന്നവനും തോന്നിവാസം ചെയ്യുന്നവനും പലിശ വാങ്ങുന്നവനും ഒക്കെ ഒരു പണ്ഡിതനെ സംബന്ധിച്ച് ഒരു ആരോപണം അങ്ങ് പറയുന്നത് കേട്ടാൽ പെട്ടെന്ന് തന്നെ പണ്ഡിതനെ കുറ്റം പറയുന്ന സ്വഭാവമില്ലേ ചിലർക്ക്? നേരെ മറിച്ച് സത്യമാണോ അല്ലേ എന്ന് ചിന്തിക്കാതെ ആഖിറത്ത് നഷ്ടപ്പെടുത്തുന്നവരില്ലേ? ഇതുപോലെ മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഒരു വേശ്യപ്പെണ്ണ് വ്യഭിചാരം നടത്തി എന്ന് ആരോപണം പറഞ്ഞപ്പോ ആ മഹാനത് ചെയ്യുമോ എന്ന് ചിന്തിക്കാതെ പെട്ടെന്ന് തന്നെ പോയി ബഹുമാനപ്പെട്ടവരുടെ കട്ടപ്പര വലിച്ചെറിഞ്ഞു. ഇബാദത്തെടുക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്ത് വലിച്ചിട്ട് അടിക്കാൻ തുടങ്ങി, ചീത്ത പറയാൻ തുടങ്ങി, കല്ലെറിയാൻ തുടങ്ങി, തെറി പറയാൻ തുടങ്ങി. ജുറൈജ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താപ്പോ ഞാൻ ചെയ്ത തെറ്റ്? എന്താപ്പോ ഞാൻ ചെയ്ത തെറ്റ്? നീ വ്യഭിചരിച്ചില്ലടാ, ഈ പെണ്ണിനെ വ്യഭിചരിച്ചില്ലടാ. ഓ ജുറൈജ് റളിയല്ലാഹു തആല, ഇവിടെ വ്യഭിചരിച്ചിട്ട് ഇതേ ഈ കുട്ടി നിന്റെ അല്ലടാ. കുട്ടീനെ കാണിച്ചിട്ട് പറയാണ്, ഓ ഇവിടെ ഞാൻ വ്യഭിചരിച്ചിട്ട് ഇതിന് എനിക്ക് കുട്ടിയുണ്ടായതാ നിങ്ങൾ പറയുന്നത്? അതെ. ഓ അതാ പ്രശ്നമല്ലേ? മൂപ്പരതാദ്യമായിട്ട് അറിയാണേ. മൂപ്പർ അങ്ങനെ ഒരു സംഭവം ഇവര് പറഞ്ഞിട്ട് അറിയാണ്. അങ്ങനെ ഒരു വിഷയം ചിന്തിച്ചിട്ടേ ഇല്ല. ഈ സ്ത്രീ വന്നിരുന്നു, വ്യഭിചാരത്തിന് ക്ഷണിക്കാൻ വന്നിരുന്നു. നിസ്കാരത്തിൽ മുഴുകിയിട്ട് തിരിഞ്ഞു നോക്കാതിരുന്നതാണ്. സംഗതിക്ക് പലതിനും ഒരു കാരണം ഉണ്ടാവും. പണ്ടൊരു ഉമ്മ വേറൊരു കാരണം ഉണ്ടതിന്. ഒക്കെ നിങ്ങൾ പലപ്പോഴും അതിലൊക്കെ കേട്ടതല്ലേ. ജുറൈജ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? 2 റക്അത്ത് നിസ്കരിക്കാൻ സമയം തരുമോ? എന്താണ്? നിസ്കരിച്ചാൽ അള്ളാന്റെ സഹായം കിട്ടും. അത് അള്ളാന്റെ സഹായം കിട്ടാനുള്ള ഒരു കാരണമാണ് നിസ്കാരം. ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ്. നിങ്ങൾ ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും സഹായം തേടുവീൻ. സഹായിക്കുന്നവനാരാണ്? അല്ലാഹു തആല. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസുൽ ഹകീം. ഏത് സഹായവും അല്ലാഹുവിൽ നിന്നാണ്. പക്ഷെ ആ സഹായത്തിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് നിസ്കരിക്കുക. നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ സംഗതി? നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ. എന്താണ്? ദിക്ർ. അടുത്ത പരിപാടി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ് ഹനീഫ മുസ്ലിമൻ. അതിന്റെ പേരെന്താ? ദുആ, പ്രാർത്ഥന. എന്ത് പ്രാർത്ഥനയാ വലിയ അതിലുള്ളത്? അതിൽ പ്രാർത്ഥന ഉണ്ടോ? പ്രാർത്ഥന എന്ന് പറയണമെങ്കിൽ അവസാനത്തിൽ നേ അല്ലെങ്കിൽ ഠേ എന്നുണ്ടാകണ്ടേ? അങ്ങനെയാ ചില മൗലവിമാർ മനസ്സിലാക്കിയത്. നേ എന്നോ ഠേ എന്നോ അവസാനത്തിൽ ഉണ്ടെങ്കിൽ പ്രാർത്ഥനയാവുന്നതാണ്, ചില തേട്ടമാവുള്ളൂ എന്നാണ് ചില മൗലവിമാർ മനസ്സിലാക്കിയത്. അബദ്ധമാണത്.
കേട്ടോ, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ അസ്സമാവാതി വൽ അർദ ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. അവിടെ ഒരു സ്ഥലത്തും അതിന്റെ അർത്ഥം വെച്ചൊക്കെ എണ്ണയൊന്നും ഉണ്ടാവില്ല, ടേന്നും ഉണ്ടാവില്ല. പിന്നെന്താ പ്രാർത്ഥന എന്ന് പറയുന്നത്? അതെ, ഇത് ചൊല്ലുന്നത് എന്തിനാ? അള്ളാഹുവിന്റെ അടുക്കന്ന് പ്രതിഫലം കിട്ടാനാ. അപ്പൊ ഒരു പ്രതിഫലം തേടുക, അള്ളാഹിന്റെ പൊരുത്തം തേടുക എന്നതിന്റെ ഉള്ളിലുണ്ട്. അതിനെ തേട്ടോ, അതിന്റെ ഉള്ളിലൊരു തേട്ടുണ്ട്. അവിടെ അതിന്റെ പേര് തന്നെ ദുആഉൽ ഇഫ്തിതാഹ്. ദുആഉൽ ഇഫ്തിതാഹ് നിങ്ങൾ മനസ്സിലാക്കണം. അതെന്താണ് അതിന്റെ അർത്ഥം? ദുആഉൽ ഇഫ്തിതാഹ് എന്നാണ് പ്രാരംഭ പ്രാർത്ഥന. എന്നാ സഹോദരന്മാരെ നിങ്ങൾ നോക്കൂ, ഇതുപോലെ അഫ്ളലു ദുആഇ അൽഹംദുലില്ലാഹ്, ഏറ്റവും ബഹുമാനമുള്ള ദുആ അൽഹംദുലില്ലാഹ്. അതിൽ പ്രാർത്ഥന എവിടെ? പക്ഷേ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നതിന് അള്ളാഹുവിൽ കിട്ടാനാണ്. ഇതുപോലെ ഒരുപാടുണ്ട് നിസ്കാരത്തിലെ മുഴുവൻ പ്രവർത്തനം എഴുതും. ഇനി ഫാത്തിഹ ഓതല്, പിന്നെ അങ്ങോട്ട് ദിക്ർ തന്നെ ദിക്ർ, പിന്നെ അവസാനം എത്തിയാൽ എന്താ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കല്, പിന്നെയോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു നബി തങ്ങളോട് ഇസ്തിഗാസ ചെയ്യല്. ഹൈ, അതെങ്ങനെ ഇസ്തിഗാസ ചെയ്യുന്നു? നബിയെ അങ്ങേക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഗാസയാണോ? നബിയെ അങ്ങേക്ക് സലാം ഉണ്ട് എന്നതിന്റെ അർത്ഥം അത് ആശംസ അർപ്പിക്കലാണ്, സമാധാനത്തിന്റെ സന്ദേശം അർപ്പിക്കലാണ്. ആർക്ക്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഇസ്തിഗാസയുണ്ടെന്ന് പറഞ്ഞ പേരോടല്ല. ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ജൗഹറുൽ മുനല്ലം എന്ന കിതാബിലാ പറഞ്ഞു. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഫ്സീറിലാ പറഞ്ഞു, ശഫാഅത്ത് തേടൽ അതിന്റെ ഉള്ളിലുണ്ട്. എന്താ കാരണം? അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് എന്തിനാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഇങ്ങോട്ട് സലാം പറയാനാ. ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ എന്താ കിട്ടുക? നിനക്കും അള്ളാഹുവിന്റെ സമാധാനമുണ്ട്. അങ്ങനെ നബി പറഞ്ഞു കിട്ടിയാ ഭയങ്കര കിട്ടലായില്ലേ? അങ്ങനെ നബി ഇങ്ങോട്ട് പറഞ്ഞു കിട്ടാനായി അസ്സലാമു അലൈക അയ്യുഹൻ നബി പറയുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ നബിയോട് തേടൽ ഉണ്ട്. ഇതാ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത്. അതാ ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത്. ഞാനിത് ഇടമുട്ടൻ സംവാദത്തിൽ പറഞ്ഞപ്പോ നമ്മളൊരു സാധു മൗലവി ചോദിക്കാണ്, അപ്പൊ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞാല് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞാൽ അത് തേട്ടമാണ്, ഇസ്തിഗാസയാണെങ്കിൽ പേരോടെ. അപ്പൊ നബിയും പറയാറില്ലേ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു? അപ്പൊ നബി നബിയോട് എന്നെ തേടിയതാണോ? മൗലവിന്റെ ചോദ്യം. നബി നബിയോട് എന്നെ തേടിയതാണോ? ഓ മൗലവി, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ബഹുമാനമുള്ള തേട്ടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? പറഞ്ഞു. അൽഹംദുലില്ലാ എന്ന് അള്ളാഹ് എന്നെയും പറയലില്ലേ? ഖുർആനിൽ എത്ര സ്ഥലത്തുണ്ട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ? അപ്പൊ അള്ളാഹോട് എന്നെ തേടിയതാണോ? അൽഹംദുലില്ലാ എന്ന് അള്ളാഹ് പറയുമ്പോൾ അത് അള്ളാഹിനോട് തേടിയതാണോ? അവിടെ മൗലവിക്ക് എന്താ മറുപടി? അത് അള്ളാഹ് പറയുമ്പോ അള്ളാഹിനോട് തേടലാവൂല, എന്നാ ഇവിടെ നബി പറയുമ്പോ നബിയോട് തേടലാവൂല. നേരെ മറിച്ച് അള്ളാഹ് അല്ലാത്തവര് പറയുമ്പോൾ തേട്ടമാണ്, നബി അല്ലാത്തവര് പറയുമ്പോൾ തേട്ടമാണ്. രണ്ടു കണക്കല്ല. പക്ഷെ അതിന് സ്വഭാവുൽ അഹ്ലാമാണല്ലോ, ബുദ്ധി ഉണ്ടാവില്ലല്ലോ. ചോദ്യം ചോദിക്കുമ്പോ ബുദ്ധി ഉണ്ടാവില്ലല്ലോ ചിന്തിക്കാൻ. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിസ്കാരം കൊണ്ട് സഹായം തേടണമെന്ന് ഖുർആൻ പറഞ്ഞു. നിസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ ദിക്റും ഖുർആനോത്തും നബിയെ വിളിക്കലും പറയലും, മഹാന്മാർക്ക് സലാം അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, മഹാന്മാരെ ഓർമ്മിക്കലും മഹാന്മാർക്ക് സലാമിനെ അർപ്പിക്കലും, അവസാനം സർവ്വ മുഅ്മിനീങ്ങൾക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് സലാം പറയലും, ഇതൊക്കെ കൂടിയുള്ള ഒരു പരിപാടിയാണ് നിസ്കാരം. ആ നിസ്കാരം ചെയ്താൽ അല്ലാഹുവിന്റെ സഹായം കിട്ടും എന്നുള്ള പറയും. അപ്പൊ സഹായത്തിന്റെ കാരണമാണ് നിസ്കാരം. ഇതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ജുറൈജ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ രണ്ടരക്കയത്ത് നിസ്കരിക്കുകയാണ്. നിസ്കരിച്ചു വന്നിട്ട് എന്താ ചെയ്യുന്നത്? നിസ്കരിച്ചു വന്നിട്ട് ഈ കുട്ടിയുണ്ടല്ലോ, ഏത് കുട്ടി? വ്യഭിചാരത്തിൽ ജനിച്ചു എന്ന് പറയുന്ന കുട്ടി. ആ കുട്ടിന്റെ വയറ്റിന് 2 മുട്ട് കൊടുക്കുകയാണ്. കുട്ടി, മൻ അബൂക്ക്, നിന്റെ ബാപ്പ ആരാണടാ? നിന്റെ അച്ഛൻ ആരാണടാ? ഈ കുട്ടി സംസാരിക്കുന്നു, നിങ്ങളല്ല, ആ പർവ്വതത്തിന്റെ മറുഭാഗത്ത് വെച്ച് ആട്ടിനെ മേക്കുന്ന ആട്ടിടയനാണ്. ഈ ഹദീസിന്റെ സറഹ് ഇമാം നബവി റഹിമഹുല്ലാഹ് പറയുന്നു, ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നു, ബുഖാരിന്റെയും മുസ്ലിമിന്റെയും സറഹ് നോക്കൂ, എന്താ പറയുന്നത്? കറാമത്ത് ഔലിയാക്കൾക്ക് സ്വതന്ത്രമായി പ്രകടിപ്പിക്കാൻ അല്ലാഹു തആല കഴിവ് കൊടുക്കുന്നതാണെന്നതിന് ഇത് തെളിവാണ് കേട്ടോ. യഖഉ ബിഖ്തിയാരിഹിം, അവരെ ഇഷ്ടപ്രകാരം കറാമത്ത് സംഭവിക്കുമെന്നതിന് ഇത് തെളിവാണ് കേട്ടോ. നിങ്ങൾ നോക്ക്. അല്ലെങ്കിൽ മൂപ്പരെന്താ പറയണ്ടേ? എനിക്ക് കറാമത്തെല്ലാം ഉണ്ടാകലുണ്ട്, പക്ഷെ ഇപ്പൊ ഉണ്ടാവുമെന്ന് അറിയില്ല, കിട്ടിയെങ്കിലായി, ഞാൻ ഏതായാലും ഒന്ന് മുട്ടി നോക്കട്ടെ, കുട്ടിന്റെ വയറ്റിന് ഞാനൊന്ന് മുട്ടി നോക്കട്ടെ, കിട്ടിയെങ്കിലായി. കുട്ടിയെങ്ങാനും അപ്പൊ കേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തല്ലു തീരലുണ്ടാവും.
അതേ സഹോദരന്മാരെ, മുൻകൂട്ടി തന്നെ അറിയുകയാണ്, ഞാൻ മുട്ടിയാൽ അല്ല വെറുതെ ആക്കൂല, ഞാൻ മന്നബൂക്ക് എന്ന് ചോദിച്ചാൽ അല്ല വെറുതെ ആക്കൂല, ഞാൻ ചോദിച്ചാൽ അല്ല തരും. കാരണം എന്തേ? എന്നൂടേകൾ ഉടയവൻ തൻ്റെകൾ ആകുന്ന് ഞാൻ ചൊൽകിൽ ആകും അതെന്നോവർ. എന്താ മൗലിയാരെ അങ്ങനെ അവർക്ക് പവർ കിട്ടാൻ? ഓ മുജാഹിദിന്റെ മൗലവി, ഔലിയാക്കൾക്ക് പവർ കിട്ടണമെങ്കിൽ നിങ്ങളോട് ചോദിക്കേണ്ടതുണ്ടോ? അല്ലാഹു തആല ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ലാഹ് എല്ലാറ്റിനും കഴിവുള്ളവനാണെന്ന് ഖുർആനിൽ അല്ലാഹ് പറയുന്നു. അത് നിങ്ങളെ മൗലവിമാര് വിശ്വസിച്ചില്ല. അതേ ഖുർആനിൽ അല്ലാഹ് പറയുന്നു, ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, കയ്യും കണക്കുമില്ലാതെ പരിധിയില്ലാതെ അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നതാണെന്ന് അല്ലാഹ് പറയുന്നു. ആ ആയത്തും നിങ്ങൾ വിശ്വസിച്ചില്ല. മൂന്നാമത് ഞാൻ പറയുന്നു, അല്ലാഹ് പറയുന്ന ഖുർആനിൽ ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ, ശരിയായ തഖ്വ ചെയ്ത് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന മഹാന്മാരായ ആളുകൾ അവരുടെ കൂടെയാണ് അല്ലാഹു തആല. അല്ലാഹ് അവരെ കൂടെയാണ് എന്ന് പറഞ്ഞാലോ മൗലവി, അതെ അയാളോട് കളിച്ചാൽ നടക്കൂല. എന്തേ? പ്രധാനമന്ത്രി അയാളെ കൂടെയാണ്, രാജാവ് അയാളെ കൂടെയാണ്, അതെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ അയാളെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞാലുള്ള അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം അവരുടെ സഹായമുണ്ടെന്നാണ്, അല്ലേ? എന്നാൽ മഹാന്മാർക്ക് അള്ളാഹു അവരെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ സഹായമുണ്ടെന്നാണ്. അല്ലാഹു ഹാദിരീൻ, അല്ലാഹു നാദിരീൻ, അല്ലാഹു ഷാഹിദീൻ, അല്ലാഹു മഈൻ. അല്ലാഹ് എന്റെ കൂടെയാണ്. അല്ലാഹ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ നടക്കാത്ത കാര്യമുണ്ടോ? ഇവിടെ രാജാക്കന്മാര് കൂടെ ഉണ്ടായിട്ട് എന്തൊക്കെ നടക്കുന്നു, എന്നാൽ അല്ലാഹ് ഒരാളെ കൂടെ ഉണ്ടെങ്കിൽ അയാൾക്ക് നടക്കാത്ത കാര്യമുണ്ടോ? അതാ പറഞ്ഞത്, എന്നൂടേകൾ ഉടയവൻ തൻ്റെകൾ ആകുന്ന് ഞാൻ ചൊൽകിൽ ആകും അതെന്നോവർ. എന്താ ധൈര്യം? അള്ളന്റെ കൂടെയുണ്ട്, അള്ളന്റെ കൂടെയുണ്ട്. അത് വഹീദി ശൈഖിന്റെ വാചകമല്ലല്ലോ. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹ് ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുന്ന മഹാന്മാരുടെ കൂടെയാണ്. ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ, മഹാന്മാരായ മുത്തഖീങ്ങളുടെ കൂടെയാണ്. അപ്പൊ അല്ലാഹ് ഒരാളെ കൂടെയുണ്ടെങ്കിൽ നടക്കാത്ത കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഔലിയാക്കൾക്ക് ഒരു കാര്യം വേണമെന്നവരങ്ങ് ഉദ്ദേശിച്ചാൽ, അമ്പിയാക്കൾക്ക് ഒരു കാര്യം വേണമെന്നങ്ങ് ഉദ്ദേശിച്ചാൽ അല്ലാഹ് അവരെ വെറുതെ ആക്കൂല. ഇതാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും പഠിപ്പിക്കുന്നത്. എന്താ പഠിപ്പിച്ചത്? വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ മിൻ നവാഫിലി ഹത്താ ഉഹിബ്ബഹു ഫൈദാ അഹബ്ബതുഹു. ഞാൻ ഒരു മഹാനെ അങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞാൽ, മൗലവി പറഞ്ഞില്ലേ എല്ലാ മുഅ്മിനീങ്ങളും നമ്മളൊക്കെ തന്നെയാണ് ഔലിയാക്കള്. മൗലവിക്ക് സാധാരണ പറഞ്ഞെന്താ? ഔലിയാക്കൾ തന്നെ മുഅ്മിനീങ്ങള്. ഓ, അപ്പൊ ഒന്നാമത്തെ വലിയ സെലഫി മുഅ്മിനീങ്ങൾ തന്നെയല്ലേ ഔലിയാക്കൾ? വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഔലിയാ ഉല്ലാഹി എന്ന് പറയുന്നത് മുഅ്മിനിന്റെ പര്യായം തന്നെയല്ലേ? എന്നാ സഹോദരാ, ഈ പറയുന്ന ഔലിയാക്കൾ ആരാണ്? അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ. അതെ, അവർ ഈമാനുള്ളവരെന്ന് മാത്രമല്ലല്ലോ പറഞ്ഞത്. പിന്നെ ഒരു അല്ലാഹ് കൽപ്പിച്ച ഒന്നും കൈവിടാത്തവർ, അല്ലാഹ് വിരോധിച്ചതൊന്നും ചെയ്യാത്തവർ, മനസ്സിൽ ഒരാളോടും അസൂയയില്ലാത്തവർ, അഹങ്കാരം തൊട്ട് തീണ്ടാത്തവർ, അതല്ലേ ശരിയായ തഖ്വ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള തഖ്വയുള്ള മഹാന്മാർ അവർ സുന്നത്ത് കൈയൊഴിക്കൂല, കറാഹത്ത് ചെയ്യൂല. അങ്ങനത്തെ ആളുകളെ പറ്റി അല്ലാഹുവിൻ തന്നെ പറയാണ്. എന്താ പറഞ്ഞു? ഫൈദാ അഹ്ബബ്തുഹു, ഞാൻ അവരെ സ്നേഹിക്കും. ഞാനങ്ങ് സ്നേഹിച്ചാലോ, കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, അവർ കേൾക്കുന്ന കാത് ഞാനാകും. എന്നാ നേരെ അർത്ഥം? അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ കാത് പോലെയാകുമെന്നാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. എന്ന് പറഞ്ഞാലോ, സാധാരണ ആളുകൾ കേൾക്കാത്തത് കേൾക്കും. അവരെ കണ്ണ് ഞാനാകുമെന്ന് അല്ലാഹ് പറയുന്നു. സാധാരണ ആളുകൾ കാണാത്തത് കാണും. സാധാരണ കൈക്ക് സാധിക്കാത്തത് അവരെ കൈകൊണ്ട് കഴിയും. സാധാരണ കാലിന് കഴിയാത്തവരെ കാലുകൊണ്ട് കഴിയും. ഇല്ലേ? പിന്നെയും പറയുന്നു, അവരെന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടാ ഞാൻ കൊടുക്കുകയും മടക്കൂല. അവരെന്നോട് അഭയം തേടിയാ ഞാൻ അവർക്ക് അഭയം കൊടുക്കും, ഞാൻ മടക്കൂല. അങ്ങനെ അല്ലാഹു തആല മടക്കാത്തൊരു കക്ഷികളുണ്ട്. ആ കക്ഷികളെ പറ്റി ഖുർആനിലും അല്ലാഹ് പറയുന്നു. അത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഖുദ്സിയായ ഹദീസാണെങ്കിൽ അതാ ഖുർആനിലും അല്ലാഹ് പറയുന്നു, വയസ്തജീബുൽ ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി വയസീദുഹും മിൻ ഫളിഹി. അതേ, ഈമാനും സൽക്കർമ്മവുമുള്ള മഹാന്മാർ അവർ ചോദിച്ചാൽ അല്ലാഹ് മടക്കൂല, അവർക്ക് അല്ലാഹ് ഉത്തരം ചെയ്യും നബിയേ. അപ്പൊ അല്ലാഹു തആല ചോദിച്ചാൽ മടക്കാത്തൊരു വിഭാഗമുണ്ട്. അവരാണ് ഔലിയാക്കൾ, സാലിഹീകൾ, ആരിഫീകൾ, ഖുതുബീങ്ങൾ. ആ മഹാന്മാർ
അവര് വിചാരിക്കുമ്പോ തന്നെയാ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ജുറൈജ് റളിയല്ലാഹു അൻഹുവിന് വിചാരിക്കുമ്പോൾ കറാമത്തുണ്ടായി. ഇനി ഇതൊന്നും വിശ്വസിക്കാൻ മൗലവിമാർക്ക് കഴിയുന്നില്ലേ? മുജാഹിദീങ്ങളെ നിങ്ങളോട് വിനയത്തോടെ പറയട്ടെ, നിങ്ങളെ മൗലവിമാര് നിങ്ങളെ കൊണ്ടുപോകുന്നത് നരകത്തിലേക്കാണ് കേട്ടോ. ആയത്തവരെ മൂടി വെച്ച് നിങ്ങൾ അറിഞ്ഞില്ല, അർത്ഥം മാറ്റിയത് നിങ്ങൾ അറിഞ്ഞില്ല, ഹദീസ് മൂടി വെച്ച് നിങ്ങൾ അറിഞ്ഞില്ല. എന്നിട്ട് നിങ്ങൾ മുൻഗാമികളെ ചീത്ത പറയാൻ നിങ്ങൾക്ക് അവർ പ്രചോദനം നൽകി. നിങ്ങൾ ആഖിറം മൗലവിമാര് നഷ്ടപ്പെടുത്തി കേട്ടോ. മുജാഹിദേ, നിങ്ങൾ ശരിക്കൊന്ന് കേട്ടോ. നിങ്ങളുടെ പുസ്തകത്തിൽ ഏറ്റവും വലിയ പണ്ഡിതനെന്നും ഖുർആന് തുല്യമാണ് അദ്ദേഹത്തിന്റെ ആശയമെന്നും നിങ്ങളെ വിചിന്തനത്തിൽ എഴുതി വെച്ച നേതാവല്ലേ ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യയുടെ ഗ്രന്ഥമാണ് അൽ ഫുർഖാൻ. ഇതിൽ അദ്ദേഹം എന്താ പറയുന്നത് കേട്ടോളൂ. വമിമ്മാ യംബഗി അൻ യുറഫ, അറിയപ്പെടൽ അത്യാവശ്യമാണ്. അന്നൽ കറാമാതി, നിശ്ചയം കറാമത്തുകൾ ഖദ് തകൂനു ബിഹസ്ബി ഹാജത്തി റജുലി, ഒരു വ്യക്തിയുടെ ആവശ്യത്തിനനുസരിച്ചുണ്ടാകുന്നതാണ്. ആവശ്യത്തിനനുസരിച്ച് കറാമത്തുണ്ടാകുന്നതാണ്. ഫൈദഹ്താജ ഇലൈഹ ളഈഫുൽ ഈമാൻ, ഈമാൻ ദുർബലമായവർ, അബിൽ മുഹ്താജ്, അല്ലെങ്കിൽ ഒരു ആവശ്യക്കാര്, അതാ ആവശ്യം വന്നാൽ അതാഹു മിൻഹാ മാ യുഖവി ഈമാനഹു വയസുദ്ദു ഹാജതഹു, ഈമാനിനെ ശക്തിപ്പെടുത്താനും ആവശ്യം നിർവഹിക്കാനും വേണ്ടി എത്ര കറാമത്ത് വേണോ അത് വരുന്നതാണ്, ഉണ്ടാകുന്നതാണ്. ഇതിങ്ങനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം എത്രയാണ് വിശദീകരിച്ചിട്ടുള്ളത്. സഹോദരന്മാരെ, ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നന്നായി മനസ്സിലാക്കണം. ആവശ്യത്തിന് കറാമത്തുണ്ടാകും, ആവശ്യത്തിന് കറാമത്തുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞതല്ല. നിങ്ങളുടെ നേതാവാണ് നിങ്ങൾ പറയുന്നത്, ഇബ്നു തൈമിയ്യ പറഞ്ഞതാണ്, അൽ ഫുർഖാനിൽ പറഞ്ഞതാണ്. അതില്ലെന്നല്ലേ നാദാപുരത്ത് വന്ന് മൗലവി പ്രസംഗിക്കുന്നത്? എന്തിനീ പണ്ഡിതന്മാരുടെ നാട്ടിൽ വിവരമില്ലാത്ത മൗലവി വന്ന് പ്രസംഗിക്കണം? ഇനി ഞാൻ ഒരുപാട് വിഷയം ഇവിടെ പറയാനുണ്ട്, ചുരുക്കി പറയുകയാണ്. ഒരു കാര്യം കൂടി ഇടയ്ക്ക് ഞാൻ മറന്നുപോകുന്നതിന് നിങ്ങളോട് ഉണർത്തുന്നു. മൗലവി പറയാണ്, എന്താ പറഞ്ഞത് അറിയോ? ഈ നിങ്ങളെ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുണ്ടല്ലോ, മൂസാ നബി നബിയല്ല എന്ന് പറഞ്ഞ ആളാണ്. മൂസാ നബി നബിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഉസ്താദ്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖളിർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ പോയൊരു സംഭവം ഉണ്ടല്ലോ. ആ സംഭവം നടന്നത് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പാണോ ശേഷമാണോ? നുബുവത്ത് കിട്ടുന്നതിന് മുമ്പാണോ ശേഷമാണോ? അത് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പായിരിക്കാം എന്ന നിലക്ക് ഉസ്താദ് അവർകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ CN അഹമ്മദ് മൗലവിയും അത് എഴുതിയിട്ടില്ലേ? നിങ്ങളെപ്പോലെ തന്നെ അതേ ഇസ്തിഗാസയും തവസ്സുലൊക്കെ എതിർക്കുന്ന CN അഹമ്മദ് മൗലവിയും അത് എഴുതിയിട്ടില്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, എന്തേ നിങ്ങൾ CN അഹമ്മദ് മൗലവിയെ വിമർശിക്കാതിരുന്നത്? നിങ്ങൾ എന്തേ ഉസ്താദിനെ വിമർശിക്കാൻ കാരണം? എന്നിട്ട് ഉസ്താദ് നബിയല്ല, ഒരു നബിയല്ല എന്ന് പറഞ്ഞു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? മൗലവി, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഒരാൾക്ക് ഒരു തർക്കം. എന്താ തർക്കം? ഹുസൈൻ സലഫി ഷാർജ പോയത് ബുലൂഗായതിന് ശേഷമാണോ അല്ല അതിന് മുമ്പാണോ? ബുലൂഗായതിന് മുമ്പാണോ ശേഷമാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം സലഫിക്ക് ബുലൂഗ് ആയിട്ടില്ല എന്നാ? അയാൾ ഷാർജ പോയത് എപ്പോഴാണ്? ഇതല്ലേ ചർച്ച. എന്താ നിങ്ങളെ പറഞ്ഞത്? എന്നിട്ട് വെല്ലുവിളി. ഒന്നും പറയാനില്ല, പിന്നെ വെല്ലുവിളി അങ്ങനത്തെ ഓരോന്ന് പറഞ്ഞ് വെല്ലുവിളിക്കലെന്നല്ലേ നല്ലത്? നിങ്ങൾ ഫൈൻ തിബിനലക്കും എന്ന് പേരോട് ഓതിയ രൂപത്തിൽ ഖുർആനിൽ കാണിച്ചു തരുമോ? കാണിച്ചു തന്ന ആ പേരോടിന്റെ ചെരുപ്പെടുക്കൂ എന്ന് പറഞ്ഞിട്ട് ആ വാക്ക് പാലിക്കാത്ത മൗലവിയല്ലേ ഞാൻ? നിങ്ങൾക്കത് കാണിച്ചു തന്നിട്ടില്ലേ? നിങ്ങൾ എന്റെ ചെരുപ്പെടുക്കാത്തതിന്റെ കാരണം എന്താണ്? നിങ്ങൾ പ്രസംഗം നിർത്തുമെന്ന് വാക്ക് പറഞ്ഞതല്ലേ നാദാപുരത്ത് വന്നിട്ട്? നിങ്ങൾ നിർത്താത്തതിന്റെ കാരണം എന്താണ്? ഞാൻ ഫൈൻ തിബിനലക്കുമെന്ന് കാണിച്ചു തന്നിട്ടില്ലേ? നിങ്ങൾ ജാമിഉ കറാമത്തുൽ ഔലിയായി ഒന്നായിരുന്നു വായിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ഇന്ന് വരെ പിന്നത് റെഡിയാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞില്ലല്ലോ മൗലവി. നിങ്ങൾ ആരെയാ കബളിപ്പിക്കുന്നത്? നിങ്ങൾക്ക് മരിക്കണ്ടേ മൗലവി? നിങ്ങളോ ആഖിറത്തിൽ വിശ്വാസമില്ലാത്തവരാണെങ്കിൽ ഞങ്ങളെ നാട്ടുകാരെ നിങ്ങൾ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകണോ മൗലവി? ഇടക്കൊന്ന് പറയട്ടെ, മൗലവിയോട് പറഞ്ഞാൽ എല്ലാവരും ഔലിയാക്കളാണ്, ആര് മുജാഹിദിന്റെ എല്ലാവരും ഒലിക്കളാണ്. എന്നാ KM മൗലവി ഒലിയാണ് നിങ്ങൾ പ്രത്യേകം ഒന്ന് എഴുതിയിട്ടുണ്ടല്ലോ, അതിനാ എഴുതിയത്? KM മൗലവി ഒലിയാണെന്നാണ്. കാരണം മൂപ്പരാണ് പലിശ വാങ്ങല് ഹലാലാക്കിയിട്ട് ബുക്ക് എഴുതിയ ആള്, അതുകൊണ്ട് ഒലിയാണ്. ആരെ വലിയ? ശൈത്താന്റെ ഔലിയാവ് ശൈത്താനില്ലേ? അതുകൊണ്ട് അള്ളാന്റെ വലിയ നിങ്ങൾ എഴുതിയില്ലേ? അത് എഴുതിയതൊക്കെ അടക്കമുള്ള നല്ല രസമുള്ള ഒരു ഫോട്ടോ കോപ്പി ഉണ്ട്, മുമ്പ് ഇവിടെ വിതരണം ചെയ്തതല്ല. ഇത് വേറെ കുറെ സംഗതി, എല്ലാം മുജാഹിദിന്റെ വൈരുദ്ധ്യങ്ങളാണ്.
ഞാനിവിടെ പ്രസംഗിച്ചപ്പോ ഓരോ കാര്യവും എടുത്തിങ്ങനെ ഉദ്ധരിച്ചു. മന്ത്രം പറ്റൂല എന്ന് പണ്ട് പറഞ്ഞ് ഇപ്പൊ സമ്മതിച്ചു, നാദാപുരത്ത് വന്ന് സമ്മതിച്ചു, പലതും സമ്മതിച്ചു. അപ്പൊ മൗലവിന്റെ പരിപാടി അറിയോ? മന്ത്രം പറ്റൂല എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടില്ല, മന്ത്രത്തിന് നമ്മൾ ഇതൊന്നുമില്ല. ഞാൻ അന്നൊരു പുസ്തകം ഉദ്ധരിച്ചിരുന്നു മന്ത്രം പറ്റൂല എന്നവർ പറഞ്ഞതിന്. അതിനെപ്പറ്റി മൂപ്പരൊന്നും പറയുന്നില്ല, അത് ഒരു ഉരുളച്ചിയ. എന്നിട്ട് ഒരു മന്ത്രത്തിന് നമ്മളെതിരെ മുമ്പ് തന്നെ എതിരുണ്ടായിരുന്നില്ല. പേരോടിപ്പോ മൗലവി സമ്മതിച്ചു 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 എന്ന് വെറുതെ ഇങ്ങനെ കള്ളത്തരം പറയാണ്. അത് അയാൾ പറയുന്നത് നിങ്ങളൊന്ന് ആദ്യം കേൾക്ക്, എന്നിട്ട് ഞാൻ മന്ത്രം നന്നായിട്ടൊന്ന് മന്ത്രിച്ചു തരാം. ഒന്ന് വെച്ചവനെ. ഇപ്പൊ നമ്മൾ പ്രസംഗത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ മതി. നമ്മളിപ്പോ ഞാനിന്ന് ളുഹർ 4 റക്അത്ത് നിസ്കരിച്ചപ്പോഴെങ്ങാനും വന്നുപോയ അടുത്ത പ്രസംഗത്തിൽ പറയും, കണ്ടോ ളുഹർ 4 റക്അത്താണെന്ന് മൗലവി സമ്മതിച്ചു, ളുഹർ 4 റക്അത്താണെന്ന് മൗലവി സമ്മതിച്ചു, നിസ്കാരം 5 വഖത്താന്ന് മൗലവി സമ്മതിച്ചു. ഇപ്പൊ എന്റെ മുമ്പെന്ന് റമദാനിൽ നോമ്പ് നോൽക്കൽ വേണം എന്ന് നിർബന്ധമെന്ന് മൗലവി സമ്മതിച്ചു, പള്ളി കയറിയാൽ 2 റക്അത്ത് തഹിയ്യത്തുണ്ടെന്ന് മൗലവി സമ്മതിച്ചു, വെള്ളിയാഴ്ച ജുമഅയുണ്ട് എന്ന് മൗലവി സമ്മതിച്ചു, അതേപോലെ തന്നെ മഗ്രിബ് 3 റക്അത്താണെന്നും സുബഹി 2 റക്അത്താണെന്നും മൗലവി സമ്മതിച്ച് ഏത്തമിട്ടില്ലേ? ഞാനിവിടെ പറഞ്ഞ ഇങ്ങനത്തെ സംഗതി ആയിരുന്നു. എല്ലാ മുസ്ലിമീക്കാരുടെ മുജാഹിദീങ്ങൾ മന്ത്രത്തിനെതിരാണ്. അത് ഞാൻ പറയും, ആൾക്കാർ എന്റെ നാട്ടുകാരല്ലേ, ഇയാളെ പോലെ 2 ദിവസം കൊണ്ട് പോകാൻ പറ്റും എനിക്ക്? അപ്പോ മന്ത്രിക്കുന്നതിന് അവരെതിരാണ് ആർക്കറിയാത്തത്. എന്നാൽ ഇത്തരം ചില കാര്യങ്ങൾ അയാൾ സമ്മതിച്ചത്, നേതാവിനെ സമ്മതിച്ച് ഞാൻ ഉദ്ധരിച്ചപ്പോ മൂപ്പര മറുപടി ആയത് ളുഹർ സമ്മതിച്ചു സുബഹി സമ്മതിച്ചു എന്നാ പേരോട് പറയുന്നത്. കേൾപ്പിക്കട്ടെ. മുജാഹിദുകൾ 2006 സമ്മതിച്ചിരിക്കുന്നു എന്ത് മന്ത്രം പാടില്ല എന്നാ ഇതുവരെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇതാ മന്ത്രമാവാമെന്ന് മൗലവി എന്റെ മുമ്പിൽ വെച്ച് സമ്മതിച്ചു പോയി. എന്താ ആശ്വാസം? ഒക്കെ സമ്മതിക്കണ്. ഞാൻ മുമ്പ് മന്ത്രം പാടില്ല എന്ന് പറഞ്ഞേ. മുമ്പ് ഞാൻ പറഞ്ഞു മന്ത്രിക്കരുതേ ഒരിക്കലും. കഴിഞ്ഞ പ്രസംഗം കേട്ടവർക്കറിയില്ലേ, മന്ത്രം എന്ന CD തന്നെയുമില്ലേ ഈ ഉള്ളവനടക്കമുള്ള പല പ്രഭാഷകന്മാർക്കുമില്ലേ? CD തന്നെയുമില്ലേ ഈ ഉള്ളവനടക്കമുള്ള പല പ്രഭാഷകന്മാർക്കുമില്ലേ? ഞാൻ നിങ്ങൾ കേൾപ്പിക്കട്ടെ. സക്കരിയ സലാഹി പറയുന്നു, രോഗം വന്ന ഐക്കല്ല് ഏലസ് ഉറുക്ക് മന്ത്രം തന്ത്രം ഇതൊക്കെ ആരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഐക്കല്ല് ഏലസ് ഉറുക്ക് മന്ത്രം തന്ത്രം ഇതൊക്കെ ആരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? റസൂൽ പഠിപ്പിച്ചത് രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം, തദാവൗ, നിങ്ങൾ ചികിത്സിക്കണം. ഫഇന്നല്ലാഹ ലം യൻസിൽ ദാഅൻ ഇല്ലാ അൻസല ലഹു ദവാഅ. അല്ലാഹു ഒരു രോഗം ഇറക്കിയിട്ടുണ്ടോ അതിന് പ്രത്യൗഷധവും ഇറക്കിയിട്ടുണ്ട്. ആ ഔഷധം കണ്ടെത്തി ചികിത്സിച്ചാൽ ബരിഅ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതി പ്രകാരം രോഗം സുഖപ്പെടുന്നതാണ്. എന്നിട്ട് മൗലവി ഇവിടുന്ന് പറയുന്നത് മന്ത്രത്തിന് ഞങ്ങൾ എതിരല്ല, പേരോട് എന്നിട്ട് ഞാൻ സമ്മതിച്ചു ഞാൻ ഏത്തട്ടു എന്ന് കള്ളത്തരം പറയാണ്. ഇയാള് നാദാപുരത്ത് മന്ത്രം വിരോധമില്ല എന്ന് എന്റെ മുന്നിൽ തലകുലിച്ച് ഏത്ത ഇടുമ്പോ ഇയാളെ വലിയ നേതാവിലെ AP അബ്ദുൽ ഖാദർ മൗലവി, അയാളെ നേതൃത്വത്തിൽ കുണ്ടോട്ടി പരിപാടി നടക്കുന്നു. ആ പരിപാടിയിൽ കുറച്ച് തലേക്കെട്ടും കെട്ടിയിട്ട് കുറച്ചാളെ കൊണ്ടുവന്നിരിക്കുന്നു. സുന്നി മുസ്ലിയാക്കൾ കൂട്ടത്തോടെ മുജാഹിദിലേക്ക് എന്നാ പോസ്റ്ററിന്റെ പേര്. ഞാനൊക്കെ കേട്ടു മൗലവിമാരെ പ്രസംഗം നോക്കുമ്പോ അതിൽ മുസ്ലിയാർ എന്ന് പറയാൻ പറ്റുന്ന ഒരൊറ്റയൊന്നുമില്ല. തബ്ലീഗ് ജമാഅത്ത് നിന്ന് വന്ന കുറെ ആള്, നൂർഷാ തരീഖത്ത് നിന്ന് വന്നത്, ഇങ്ങനെ സംഗതി റൂം മാറിയത്. പണ്ടെന്നെ ഒരു വീട്ടിലുള്ളത് റൂം മാറിയത്. ഇതല്ലാതെ സുന്നി എന്ന് പോയത് ഒറ്റ അതിലില്ല. എന്നാൽ അതിൽപ്പെട്ട AP അബ്ദുൽ ഖാദർ മൗലവി ഒക്കെ പറയുന്നത് ഞമ്മക്ക് വലിയ കുറെ പണ്ഡിതന്മാരെ കിട്ടിയിരിക്കുന്നു സുന്നികളെ കൂട്ടത്തുനിന്ന്. ആ വലിയ പണ്ഡിതന്മാരെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പണ്ഡിതനെയാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കുണ്ടോട്ടിയിൽ അയാൾ പ്രസംഗിച്ചാ കേൾപ്പിക്കുന്നത്. അതിന്റെ മറുപടി കേസറ്റ് എന്റെ CD ഉണ്ട്, അത് നിങ്ങൾ വാങ്ങി കേട്ടോളി. അതിൽ എല്ലാ മൗലവിമാരെയും പ്രസംഗത്തിൽ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കേൾപ്പിക്കുന്നത് ഒരു ചങ്ങായി, ഏറ്റവും വലിയ മൗലവി പറയുന്നത് എന്താ പറയുന്നറിയോ? മന്ത്രിക്കാൻ പാടില്ല. മന്ത്രം എന്ത് മന്ത്രോ എന്ത് നൂലൂതല്, അതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാണ് എന്ന് പറ്റി പിന്നെയും പറയുന്നത് വാചകം എന്താ ശരിക്കും മനസ്സിലാക്കി കേൾക്കും മനസ്സിലാവും. മൂപ്പര് പറയുന്നത് ഒരു ഹദീസിലുണ്ട്, എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ തഅല്ലഖ ശൈഅൻ ഫകുലി ഇലൈഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ഹദീസിലുള്ളത് അറിയോ നിങ്ങൾ? മൻ തഅല്ലഖ ശൈഅൻ വുകില ഇലൈഹി. ഹദീസിലുള്ളത് മൻ തഅല്ലഖ ശൈഅൻ വുകില ഇലൈഹി. അതിന്റെ അർത്ഥം എന്താ അറിയോ? ഈ കല്ല്
ചില കല്ലും സാധനമൊക്കെ എടുത്തിട്ട് കാവലിന് കെട്ടലുണ്ട്. ഐ കല്ല് എന്ന് പറയുന്നതാ. അങ്ങനെ കല്ലൊക്കെ എടുത്തിട്ട് ചിലർ കെട്ടലുണ്ട്. ദിക്റല്ലോ, ദിക്റും മറ്റൊക്കെ എഴുതി കെട്ടൽ സഹാബത്തിന്റെ കാലത്തെ ഉള്ളതാണ്. അതിന്റെ ഉറുക്കും മന്ത്രവും തന്നെ എന്റെ കേസറ്റ് കെട്ടാൻ അതിരിക്കട്ടെ. ഇതല്ല, കല്ല് എടുത്ത് കെട്ടുക, ഐ കല്ല് ഇതിന് കാവലിന്. അങ്ങനെ കെട്ടിയാൽ ആ കല്ലിലേക്ക് ഏൽപ്പിക്കപ്പെടും എന്ന് പറയുന്ന ഒരു ഹദീസിൽ. അത് മന്താല കസിയൻ വുക്കില ഇലൈഹിന. അതിനെയും വലിയ ആലിമുണ്ടല്ലേ മൂപ്പര് വായിക്കുന്നത് വകുലി ഇലൈഹിൻ. കാരണം മൗലൈമാര് എഴുതി കൊടുത്തപ്പോ ഹർക്കത്തിട്ട് കൊടുത്തില്ല. അതടക്കോ നിങ്ങളെല്ലാം ഒന്ന് കേട്ടോളി. ഞാൻ പറഞ്ഞു, അപ്പൊ മന്ത്രത്തിനെ നാദാപുരത്തുനിന്ന് മന്ത്രം അംഗീകരിക്കുമ്പോ കുണ്ടോട്ടിന്ന് മന്ത്രത്തിനെ എതിർക്കുന്നതാ കേൾപ്പിക്കുന്നത്. ഞാൻ കുണ്ടോട്ടി പോയിട്ട് അവിടെ പോയിട്ട് മന്ത്രത്തിനെ അവരെതിർത്തപ്പോ അതിന് തെളിവ് പറഞ്ഞ് ഞാൻ അവിടെ പ്രസംഗിക്കുന്നു. ഇവിടെ ഞാൻ വന്നു നോക്കുമ്പോ സെലഫി പറയുന്നു മന്ത്രത്തിന് ഞങ്ങൾ മുമ്പേ എതിരല്ല. അപ്പൊ കുണ്ടോട്ടി മെയ്ഡ് ഇൻ കുണ്ടോട്ടി മുജാഹിദ്, മെയ്ഡ് ഇൻ നാദാപുരം മുജാഹിദ്, അങ്ങനെയുണ്ടല്ലോ, മെയ്ഡ് ഇൻ ജർമ്മനി, മെയ്ഡ് ഇൻ ജപ്പാൻ. ഓരോ സ്ഥലത്തും ഓരോ ജില്ലയിലും ഓരോ മെയ്ഡിനാണ്. കേട്ടോളി കുണ്ടോട്ടി തലപ്പ വരട്ടെ. അതുപോലെ നൂലോതലും മന്ത്രിക്കലും എന്തിനു വേണ്ടിയാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്ന മനുഷ്യന് നൂലിന്റെ ആവശ്യമുണ്ടോ? ചരടിന്റെ ആവശ്യമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ തഅല്ലക ശൈഅൻ വകുലി ഇലൈഹി. ആരെങ്കിലും തന്റെ ശരീരത്തിൽ എന്തെങ്കിലും ബന്ധിപ്പിച്ചാൽ അള്ളാഹു അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ആ ചരടിലേക്ക് അവനെ ഏൽപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൗലവിമാരെ ധാരണ എന്തറിയോ? ഏതെങ്കിലും ഒരു 1/2 മീറ്റർ നീളമുള്ള 1.5 മീറ്റർ വലിയ നീളമുള്ള തലക്കെട്ടിട്ടിയാൽ വലിയ മുസ്ലിയാരാന്ന് നമ്മൾ വിചാരിക്കുന്നതാണ്. അതൊക്കെ നിങ്ങളെ ആൾക്കാരെ മുന്നിൽ നടക്കൂന്നല്ലാതെ ബുദ്ധിയുള്ള മുസ്ലിമുകളുടെ ഇടയിൽ നടക്കൂലട്ടോ. എന്നിട്ട് മൗലവി ഇവിടുന്ന് പറയുന്നത് മന്ത്രത്തിന് ഞങ്ങൾ എതിരല്ല, പേരോട് എന്നിട്ട് ഞാൻ സമ്മതിച്ചു, ഞാൻ ഏത്തട്ടു എന്ന് കള്ളത്തരം പറയാണ്. എന്നാൽ ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിക്കട്ടെ. ഈ പച്ചക്കള്ളം പറയുന്ന മൗലവിന്റെ നാവ് കൊണ്ട് കളവ് പറയുന്നവന്റെ ഗതി എന്താണ് എന്ന്, കളവ് പറയുന്നവന്റെ ദോഷം എന്താണെന്ന് മൗലവി തന്നെ പറയുന്നു. അതൊന്ന് വെച്ചുകൊടുത്തവനെ. മൗലവി കള്ളത്തരം പറയുന്നതിന്റെ ദോഷം എന്ന് പറയുന്ന കേട്ടോളി. ആ കളവ് നടത്തുന്നവന്റെ നാവ് നാളെ പരലോകത്തിലെത്തില്ലേ? അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ. നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ സാധാരണക്കാർ നിങ്ങൾ മനസ്സിലാക്കണം. ഇത്ര പച്ച മലയാളത്തിൽ നടന്നൊരു പ്രസംഗത്തെ കക്കുന്നവന് അറബിയിലുള്ള കിതാബിൽ എത്ര തട്ടിപ്പ് നടത്താം, എത്ര കളവ് നടത്താം, എത്ര തോന്യാസം നടത്താം, എത്ര വെട്ടിമാറ്റൽ നടത്താം. എന്റെ പ്രസംഗം കട്ടിട്ട് ഞാൻ കളവ് പറഞ്ഞു എന്ന് കളവ് പറഞ്ഞിട്ട് അക്കളവ് സ്ഥിരപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ കളവായത്. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചില്ലേ നിങ്ങൾ എന്റെ പ്രസംഗം കട്ടത്? അതിനെപ്പറ്റി ഈ പ്രാവശ്യം വന്നപ്പോ മിണ്ടിയോ നിങ്ങള്? മൗലവി പറയാണ്, അതാണ് എനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത്. ആരാണ് ഇങ്ങനെ വഞ്ചന നടത്തിയത് എന്ന് ഞാൻ അയാളുടെ വാക്കിൽ നിന്ന് തന്നെ കൽപ്പിക്കാം. അയാൾ ആദ്യം പറഞ്ഞു എന്ത്? ഇവിടെ വന്നിട്ട് പ്രസംഗിച്ചപ്പോ പറഞ്ഞു, ഒരു വിഷയവും ഞാൻ വിടാതെ മറുപടി പറയും, ഒരു വിഷയവും ഞാൻ വിടാൻ വിചാരിച്ചിട്ടില്ല. അതിനുശേഷം പറയുന്നത് എന്താ? എല്ലാം ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറയും, ഒന്നും വിട്ടുപോകൂല എന്നാണ് ശേഷം പറയുന്നത്. അപ്പൊ അക്കാര്യം മൂപ്പര് ആളുകളോട് ആദ്യം വാക്ക് കൊടുക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കുക, വിശ്വസിപ്പിക്കുകയാണ് ആളുകളെ. ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഞാൻ പറഞ്ഞ വിഷയങ്ങളൊന്നും വിട്ടുപോകുമെന്ന് നിങ്ങൾ കരുതരുത്. ഇവിടെ ഞാൻ പറഞ്ഞ വിഷയങ്ങളൊന്നും വിട്ടുപോകുമെന്ന് നിങ്ങൾ കരുതരുത്. കേട്ടോ? അപ്പൊ അയാളൊക്കെ വിശ്വസിച്ചു, ജനങ്ങള്, ആ കേൾക്കുന്ന ആളുകളൊക്കെ വിശ്വസിച്ചു. നമ്മളെ പറ്റിക്കൂല, എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയും, പറയാതെ പോകൂലെന്നാ വിചാരിച്ചത്. ആ വിശ്വസിച്ച കൗമിനെ ഇയാള് വഞ്ചിക്കല്ലേ? എന്താ പറയുന്നത്? പേരോട് പറഞ്ഞ് ഞാൻ ഒന്നും വിട്ടുപോകില്ല, ശേഷം പേരോട് പറഞ്ഞ് ഞാൻ ഒന്നും വിടൂല, കൃത്യമായിട്ട് പറയൂ. ഞാൻ പറഞ്ഞ അങ്ങനല്ല, മനഃപൂർവ്വം വിട്ടുപോകില്ല. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാ പറയൂന്ന. എന്റെ പ്രസംഗത്തിന്റെ മനഃപൂർവ്വം എന്ന വാചകം കട്ടിട്ട്, അതുപോലെ വിട്ടുപോയെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അതും കൂടി പറയുമെന്ന് പറഞ്ഞ വാചകം വിട്ട് കട്ടിട്ട് മൗലവി എന്റെ ക്ലിപ്പ് കേൾപ്പിച്ചു. അതങ്ങൾ ഇപ്പൊ കേട്ടത്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ മൗലവിയെ വിശ്വസിക്കാൻ മുസ്ലിമീങ്ങൾക്ക് കൊള്ളുമോ എന്ന് എന്റെ പ്രസംഗത്തിന്റെ ബാക്കിയും കൂടി പൂർണ്ണമായി കേട്ടിട്ട് മുസ്ലിമീങ്ങൾ തീരുമാനിക്കുക. വെക്കുമോനെ, ഇവിടെ അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളൊന്നും വിട്ടുപോകുമെന്ന് നിങ്ങൾ കരുതരുത്. ചിലർക്ക് ഒരു ടെലിഫോണിന്റെ മസ്കലയുണ്ട്, മൊബൈൽ ഫോണിന്റെ മസ്കല. ഇൻഷാ അല്ലാഹ് മസ്കല ഞാൻ മൗലവിയെ ശരിക്കും പഠിപ്പിക്കും. വേറെ ഒന്ന്, കാന്തപുരം ഉസ്താദ് അവതാരിക എഴുതിയിട്ടുണ്ടോ ഇല്ലേ എന്ന ഒരു ചർച്ചയുണ്ട്. അതും ഇൻഷാ അല്ലാഹ് മൗലവി കാണിച്ച തട്ടിപ്പ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് വ്യക്തമായി കാണിച്ചു തരും. അതുപോലെ വേറെ ഒരു മസ്കല, ഞാൻ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തു, ആയത്തിന്റെ ആദ്യ ഭാഗം കട്ടു, അവസാന ഭാഗം കട്ടു, അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു പ്രശ്നമുണ്ട്. ഇൻഷാ അല്ലാഹ് അതും ഞാൻ കേൾപ്പിച്ചു തരും. അങ്ങനെ തുടങ്ങി അദ്ദേഹം ഇവിടെ പറഞ്ഞ ഒരു വിഷയവും
ഞാൻ മനഃപൂർവ്വം വിട്ടുപോവുകയില്ല. അഥവാ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അതിന്റെ മറുപടിയും ഇൻഷാ അല്ലാഹ് ഞാൻ ഉൾപ്പെടുത്തി തരും. അപ്പൊ വ്യക്തമായി നിങ്ങൾ കേട്ടില്ലേ ശേഷം ഞാൻ പറഞ്ഞത്? അഥവാ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ അത് ഉൾപ്പെടുത്തുന്നു, മനഃപൂർവ്വം വിട്ടുപോകില്ല. ഈ വാചകത്തിന് പകരം അയാൾ പറഞ്ഞ വാചകം എന്താ? ശേഷം ഇയാൾ പറയുന്നത് ഒന്നും വിട്ടുപോകില്ല, കൃത്യമായിട്ട് പറയുന്നതാണ്. അയാളുടെ വകയിൽ ഒരു പാച്ച കള്ളം പറഞ്ഞുണ്ടാക്കി. അതൊന്നുകൂടി വെക്കുമോനെ. ഒരു വിഷയവും ഞാൻ വിടാതെ മറുപടി പറയും. ഒരു വിഷയവും ഞാൻ വിടാൻ വിചാരിച്ചിട്ടില്ല. അതിന് ശേഷം പറയുന്നത് എന്താ? എല്ലാം ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറയും, ഒന്നും വിട്ടുപോകൂല എന്നാണ് ശേഷം പറയുന്നത്. പച്ചക്കള്ളം പറയാം. ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾ കേട്ടില്ലേ? ഞാൻ പറഞ്ഞ വാചകം ഒന്നുകൂടി വെക്കുമ്പോനെ അതിന്റെ ബാക്കി തന്നെ. അങ്ങനെ തുടങ്ങി അദ്ദേഹം ഇവിടെ പറഞ്ഞ ഒരു വിഷയവും ഞാൻ മനഃപൂർവ്വം വിട്ടുപോവുകയില്ല. അഥവാ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അതിന്റെ മറുപടിയും ഇൻഷാ അല്ലാഹ് ഞാൻ ഉൾപ്പെടുത്തി തരും. അപ്പൊ ഞാൻ ഇതാ പറഞ്ഞത്. ആ പറഞ്ഞ വാചകത്തിന് പകരം അയാൾ എന്ത് ചെയ്തു? മറ്റൊരു വാചകമാക്കി മാറ്റിയിട്ട് ആളുകളെ വഞ്ചിച്ചു. നിങ്ങളെ അതുപോലെ വേറൊരു കളവ്, വ്യക്തമായി നിങ്ങൾ കാണിച്ച കളവ് ഞാൻ കരുനാഗപ്പള്ളി കാണിച്ചില്ലേ? സീഡിയിലില്ലേ? നിങ്ങളിപ്പം മിണ്ടിയോ? പോകട്ടെ, നിങ്ങളെ ആത്മഹത്യ കാണിച്ചില്ലേ? നിങ്ങൾ കളവ് നടത്തിയത് വ്യക്തമായിട്ട് മിണ്ടിയോ? ഇപ്പൊ ഇവിടെ വന്നിട്ട് നാദാവരത്ത് പറയുന്നത് ഞങ്ങൾ മന്ത്രത്തിന് മുമ്പേ എതിരല്ല. ഇപ്പൊ ഞാൻ കാണിച്ചല്ലോ മന്ത്രത്തിന് ഇപ്പോഴും എതിരാണ്. ഇപ്പൊ ഈ 2 മാസത്തിലെടുക്ക് അല്ലേ പ്രസംഗങ്ങൾ നടന്ന് കൊണ്ടോട്ടി. എന്തേ മൗലവി ഇങ്ങനെയായി പോയത്? ഇനി സഹോദരന്മാരെ, ഇവിടെ വെച്ച് ഇയാള് നടത്തിയ കളവ് ഞാൻ കുറച്ച് ഉദാഹരണം പറയുന്നു. ഇപ്പൊ പറഞ്ഞാൽ തീരൂല. സുബ്ഹാനല്ലാഹ്. ഞാൻ ഇവിടുന്ന് മുമ്പൊരിക്കൽ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു മൗലവിനോട്. മൗലവി പറഞ്ഞു 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന സാധനമാണെങ്കിൽ അല്ലായിരിക്കണോ എന്ന് മൗലവിന്റെ ആശയം. അതിനെ ഞാൻ വിമർശിച്ചോണ്ട് പറഞ്ഞു 24 മണിക്കൂർ വർക്ക് ചെയ്യുന്നൊക്കെ അല്ലയാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ ടെലിഫോൺ ഉദാഹരണം പറഞ്ഞു. ടെലിഫോൺ 24 മണിക്കൂറും അതിന്റെ കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ കിട്ടൂലേ എന്ന് ഞാൻ ചോദിച്ചു. ഈ വിഷയം ആ വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചപ്പോ എന്നെ ഫോണും എടുത്തിട്ട് മൗലവി എന്തെല്ലാം സ്വീപ്പാക്കി നിങ്ങൾ കേട്ടല്ലേ? അതിന്റെ മറുപടിയും നിങ്ങൾ കേട്ടാണോ? എന്നാൽ മൗലവി അതിനെന്താ ചെയ്തത്? അന്നേ ഞാൻ ഇവിടുന്ന് പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു മൗലവി പച്ചക്കള്ളം എന്റെ പേരിൽ വെച്ച് കെട്ടി പറയാ ചെയ്തു. എന്താ പറഞ്ഞത്? എവിടുന്ന് വിളിച്ചാലും കേൾക്കുന്ന സാധനം അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്നാ പേരോട് പറയുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞിനോ? അങ്ങനെ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടേ ഇല്ല. 24 മണിക്കൂറും വർക്ക് ചെയ്താൽ പടച്ചോനാവോ മൗലവി എന്നാ ഞാൻ ചോദിച്ചത്. ആ വാചകം അയാളെ വകയിൽ മാറ്റിയിട്ട് അതിന് മറുപടി രംഗയിലെ മൗലവിക്ക് മൗലവി വാചകം മാറ്റി. എന്നിട്ട് മൗലവി പറയാണ് എവിടുന്ന് വിളിച്ചാലും കേൾക്കുന്ന സാധനം അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്നാ പേരോട് ചോദിക്കുന്നത്. ഇപ്പോഴും ഇവിടെ വന്നിട്ട് അയാൾ പറയുന്നത് എന്തറിയോ? പേരോട് ഏതായാലും ഞാൻ ഷാർജയിൽ നിന്ന് വന്ന വകയില് എന്താണ് ടെലിഫോണിന് പരിധിയുണ്ട് എന്ന് സമ്മതിച്ചു. മൂപ്പർക്കും പറയണല്ലോ ഒരു സമ്മതിച്ചു എന്ന് ബോധിക്കും. 24 മണിക്കൂർ വർക്ക് ചെയ്യുന്നൊക്കെ പടച്ചവനാണോ എന്നാ ചോദിച്ചത്. ഇത് അയാൾ മാറ്റിമറിച്ചിട്ട് എന്റെ പേരിൽ പറയുന്ന ആരോപണം കേട്ടോളൂ. അതിന്റെ എന്റെ മറുപടിയും ഞാൻ അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് പറഞ്ഞതൊന്ന് കേട്ടോളൂ ഒന്നായിട്ട്. മൗലവി ആ വാചകം മാറ്റിയിട്ട് പേരോട് പറയുന്നത് എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യുന്ന സാധനം അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്നാണ്. എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യുന്ന സാധനം അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്നാണ് പേരോട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞു. പച്ചക്കള്ളം എന്റെ പേരിൽ പറഞ്ഞതാ. അപ്പൊ ഞാൻ അടുത്ത പ്രസംഗത്തിൽ ചോദിച്ചു, അങ്ങനെ ഞാൻ പറഞ്ഞ് കേൾപ്പിച്ചു തരുമോ ആവർത്തിച്ച് ഞാൻ ചോദിച്ചു, കേൾക്കാം. അപ്പൊ മൗലവിക്ക് മറുപടിയില്ല. ഞാൻ പറഞ്ഞ എന്താണെന്ന് ലാസ്റ്റ് ഞാൻ കേൾപ്പിച്ചു. ആദ്യം കേൾപ്പിക്കുന്ന മൗലവി എന്റെ പേരിൽ കളവ് പറയുന്നു. മൗലവി നിങ്ങൾ ഏത് യുഗത്തിലാ ജീവിക്കുന്നത്? എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യാനും വിളി കേൾക്കാനും പറ്റിയ സാധനം അല്ലാഹ് മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിച്ചല്ലോ. പച്ചക്കള്ളം എന്റെ പേരിൽ പറഞ്ഞാൽ എന്താ ഞാൻ എനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത്? ഞാൻ യഥാർത്ഥത്തിൽ പറഞ്ഞ് അതിന് ഒന്ന് ഇയാളിന് പറയുമ്പോൾ തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞ വാചകമല്ല. ഞാൻ പറഞ്ഞ വാചകം എന്താണെന്നറിയോ? 24 മണിക്കൂറും ഒരാളെ വിളിക്കാമെന്ന് വന്നാൽ പടച്ചവനാവോ മൗലവീനാ ചോദിച്ചു. അതിന് അയാൾ ആ വാചകം ഒഴിവാക്കിയിട്ട് അയാളെ വകയിൽ വേറൊരു വാചകം കൊടുത്തു. എന്താ വാചകം കൊടുത്തറിയോ? എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യാനും പറ്റിയ സാധനം അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്നാ പേരോട് ചോദിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു വാചകേ പറഞ്ഞില്ല. എങ്ങനെ എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യുന്ന സാധനം അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്നാ പേരോട് ചോദിക്കുന്നത് അയാൾ പറഞ്ഞത്. അങ്ങനെ എന്റെ കേസറ്റ് കേൾപ്പിച്ചു തരുമോ? എന്നിട്ട് പരിഹസിച്ച് ചിരിച്ചിട്ട് വിട്ടിയാന്ന് പറയും. ഉളുപ്പില്ലേ എന്ന് നിങ്ങൾ പറഞ്ഞ ഞാൻ വെക്കും കുറച്ച് കഴിയുമ്പോ. എന്റെ സാധനം കട്ടാ എനിക്ക് കട്ടു തന്നൂടെ? എന്തിന് കട്ടു? എന്തിനെന്റെ പേരില്ലാത്ത വെച്ച് കെട്ടി? കേൾക്കണം നിങ്ങൾ. ആദ്യത്തെ പ്രസംഗം വെക്കും എന്റേത്. ഇയാൾ പറഞ്ഞ വാചകം വെക്കും. തെറ്റല്ലേ പറഞ്ഞത്? എന്താ ഇങ്ങനെ കെതാബായി പോയത്?
എന്നിട്ട് ഞാൻ ഇപ്പൊ ചോദിച്ചല്ലോ എന്തെങ്കിലും കദ്ദാബായി പോയത്. കദ്ദാബിന്റെ അർത്ഥം എന്താ? ധാരാളം കളവ് പറയുന്ന ആളായി പോയത്. എന്റെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ടാ ഞാൻ പറഞ്ഞത്. മൗലവി പറയാ പേരോട് എന്നെ കദ്ദാബ് എന്ന് വിളിച്ചു. ഇവനെ സിദ്ദീഖെന്നാ വിളിക്കേണ്ടത്? ഇയാൾ ഇങ്ങനെ കളവ് പറഞ്ഞാ സിദ്ദീഖെന്നാ വിളിക്കേണ്ടത്? എന്നാ ഞാൻ പറഞ്ഞ എന്താണെന്ന് കേട്ടോളി. ഞാൻ പറഞ്ഞ വാദ്യം വെക്കുവാനെ 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന സാധനമൊക്കെ പഠിച്ചോനാ. 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന സാധനമൊക്കെ പഠിച്ചോനാ. മൗലവിക്കറിയ ഇത് ലോകം ഏതാണ്? മുജാഹിദൊക്കെ കെട്ടുകെട്ടേണ്ട ലോകമാണിത് കേട്ടോ. അയാള് തന്നെ എന്റെ പ്രസംഗം കേൾപ്പിച്ചാണ് ഞാൻ കേൾപ്പിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞ് ഇത് അയാളെ നാട്ടിൽ കൊണ്ടുപോയി കേൾപ്പിച്ചു. എന്നിട്ടും ഇവിടെ ഇപ്പൊ ഇയാൾ വന്നിട്ട് പറയുന്നത് പേരോട് ഇപ്പൊ സമ്മതിച്ചു, സൃഷ്ടികളുടെ കേൾവിക്ക് പരിധിയുണ്ട്, എവിടുന്ന് വിളിച്ചാലും കേൾക്കുന്നത് അല്ല മാത്രമേ ഉള്ളൂ എന്ന് പേരോട് പറഞ്ഞത് അയാൾ പിൻവലിച്ചു. ഞാൻ ഇവിടെ നാദാപുരത്ത് വന്നുകൊണ്ട് ഫലം കിട്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇയാളൊരു തൊലിക്കെട്ടി എന്നൊരു സാധനം ഉണ്ടല്ലോ, നിങ്ങളൊന്ന് ആലോചിച്ചു. ഇനി സഹോദരന്മാരെ അതൊന്ന് കേട്ടോണെങ്കിൽ പരിധി സംഭവിച്ചു എന്ന് പറഞ്ഞത് വെച്ചാ മതി. കേട്ടാ തോന്നുന്നു ഞാൻ അള്ളയും സൃഷ്ടികളും ഒരുപോലെയാന്ന് പറഞ്ഞു എന്നാ തോന്നുക. സമ്മതിച്ചു തന്നല്ലോ എന്ത്? മനുഷ്യന്റെ കേൾവിക്ക്, അതല്ലെങ്കിൽ ഈ ലോകത്തുള്ള വസ്തുക്കളുടെ കേൾവിക്ക് പരിധിയുണ്ട്, പരിമിതികളുണ്ട് എന്ന് സമ്മതിച്ചു തന്നല്ലോ. മൂപ്പർ സമ്മതിപ്പിക്കാൻ വേണ്ടി വന്നതാ. അള്ളാന്റെ കേൾവിക്ക് പരിധിയില്ല എന്ന് സമ്മതിപ്പിക്കാൻ. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരിയുണ്ട്, അള്ളാന്റെ കേൾവിക്ക് പരിധിയുണ്ട് എന്ന് പറഞ്ഞ മാതിരിയുണ്ട്. നിങ്ങൾ നോക്ക്, കബളിപ്പിക്കുന്നതിന്റെ ഒരു രൂപമാണ്, വെറും കബളിപ്പിക്കൽ. ഇനി നിങ്ങൾക്കൊന്ന് കേൾക്കണം. ഈ ചെക്കിയാട് ഒരു കള്ളത്തരീക്കത്തിൽ വടകര തരീക്കത്ത് എന്ന് പറയും പോയിട്ട് പെട്ടുപോയൊരു സ്ത്രീയും അതേ അവരുടെ ഭർത്താവും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ഞാൻ അവിടെ പോയി പ്രസംഗിച്ചിട്ട് അവർ മാറി. ഇവിടെ ചെക്കിയാടുള്ള എല്ലാവർക്കും അറിയാം. ഞാൻ ആ സംഭവം ഇവിടുന്ന് പറഞ്ഞിരുന്നു. എന്തിന്? മനുഷ്യന്റെ രൂപത്തിൽ ജിന്ന് വരും എന്നത് വിശദീകരിക്കുമ്പോൾ. അതിന്റെ പറയാൻ കാരണം നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഒരു വലിയനെ ഇയാൾ കുറ്റം പറഞ്ഞു, ലിംഗം കാണിച്ചു എന്ന് പറഞ്ഞിട്ട്. അത് ശൈത്താനായിരുന്നു, വലിയന്റെ കോലത്തിൽ വന്നതാണ് എന്നാ ഞാൻ വിശദീകരിച്ചത്. ഞാൻ തെളിവും പറഞ്ഞിരുന്നു. അപ്പൊ മൗലവി എന്ത് അറിയോ? എന്നെ സ്വീപ്പാക്കി. അയാൾ എന്ത് ചെയ്യുന്ന അറിയോ? പേരോടിന് ജിന്നടകുന്നു എന്ന് പറഞ്ഞിട്ട് ഈ എന്നെ കാണിച്ചു. എങ്ങനെ കാണിച്ചത്? ഞാൻ വല്ലേ നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വൈകൂടാ ഉത്തരം നൽകും ഞാൻ എന്നോവർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ആദ്യത്തെ പ്രസംഗത്തിലുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രസംഗത്തിൽ ഇയാൾ എന്ത് ചെയ്തു? എന്നൊന്ന് സ്വീപ്പാക്കിയിട്ട് മൂപ്പറൊന്ന് ആടിയിട്ട് കാണിച്ച്, പേരോട് ടെലിഫോണും കൈ പിടിച്ചിട്ട് വല്ലേ എന്ന് ഇയാൾ ആടി. ആ ആടിയത് ഞാൻ ആടിയതിനേക്കാളും എത്രയോ സ്പീഡിൽ അയാൾ ആടി. അയാൾ ആടിയത് അതിനേക്കാളും കുറച്ച് സ്പീഡ് എന്റെ കൂടിയിട്ടുണ്ടാവുന്ന കൂട്ടിക്കോളി. അയാൾ ആടിയത് ഞാനും കാണിച്ചു. ഞാനെ കാണിച്ചത് അയാളെ വകയിലുള്ള എല്ലാ പൊടിപ്പൊന്നെങ്കിലും കൊടുത്തിട്ട് പേരോടിന് ജിന്നളകുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ ആട്ടം കാണിച്ചു. അപ്പൊ പിന്നെ അതിനൊരു ചികിത്സ ചെയ്യണ്ടേ? അയാളെ നാട്ടിൽ പോയിട്ട് അയാൾക്ക് ശൈത്താനളകുന്നു എന്ന് പറഞ്ഞ് ഞാനും കാണിച്ചു. അത് കട്ടുപ്പാറ സീഡിയിലുണ്ട്, ഇപ്പൊ കാണിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം, സമയം മതിയാവൂല. ഞാൻ പറഞ്ഞു വരുന്നത്, എന്നിട്ട് മൗലവി എന്നോടൊരു ചോദ്യം. എന്താ ചോദ്യം എന്നറിയോ? മൗലവിന്റെ ചോദ്യം, ഇങ്ങനെ ജിന്ന് മനുഷ്യന്മാരെ പോലത്തിലൊക്കെ പോവുമല്ലേ? എന്നാ ഞങ്ങൾക്ക് നിങ്ങളോടൊരു ചോദ്യമുണ്ട്. മൗലവി ചോദിക്കാതെ നാദാപുരത്ത് ചോദിച്ചത് എന്താ ചോദ്യം അറിയോ? അപ്പൊ എങ്ങനെയാ ഒറിജിനൽ മനുഷ്യനെ അല്ലാത്തതും മനസ്സിലാകുക? അത് നിങ്ങളൊന്ന് ആദ്യം കേൾക്കി, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം സിറാജുലുദ്ദീന്റെ കറാമത്ത്. എന്നാൽ നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ ദയവായിട്ടൊന്ന് പറയണം, ഈ ജിന്നും ഒറിജിനലും തമ്മിൽ മനസ്സിലാക്കാനുള്ള അടയാളങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി തരണം. എന്നാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാറോ എവിടെയൊക്കെ മനസ്സിലാക്കിയാൽ എങ്ങനെയൊക്കെ ചെയ്യാം. ആ ജിന്നും കളി കളിച്ചത് മുതൽക്ക് മൗലവിമാര് ഇപ്പൊ ജിന്നും ശൈത്താനും കൊണ്ട് കളിക്കുക തന്നെയാണ്. ഇപ്പൊ എല്ലാ സ്ഥലത്തും ജിന്നു ശൈത്താനാ ചർച്ച. മൗലവിമാരെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിച്ചു തരാം, ജിന്ന് മനുഷ്യരൂപത്തിൽ വരും എന്ന് തന്നെ സമ്മതിക്കുന്നു കേട്ടോ. ജിന്നുകൾ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. മലക്കും ജിന്നുമൊക്കെ മനുഷ്യരൂപത്തിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അപ്പൊ മനുഷ്യനാണെന്നല്ലേ നമുക്ക് തോന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? നമ്മുടെ സുബൈർ ഡോക്ടർ എന്ന് പറയുന്ന മുജാഹിദ് മൗലവി പറയുന്ന സുറാഖത്ത് ബിൻ മാലിക്കിന്റെ രൂപത്തിൽ ശൈത്താൻ വന്നു. വെക്കുമോനെ, ബദർ യുദ്ധം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു ഗോത്രത്തലവനായ സുറഖത്ത് മാലിക്കിന്റെ രൂപത്തിൽ ഇബ്ലീസ് അവിടെ പ്രത്യക്ഷമായി. ഇബ്ലീസ് പറഞ്ഞു, സുറഖത്ത് മാലിക് പറഞ്ഞു, നിങ്ങൾ ആരും പേടിക്കണ്ട, ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്നൊക്കെ പറഞ്ഞു. യുദ്ധം ഇങ്ങനെ തുടങ്ങിയപ്പോഴുണ്ട് ഇവൻ പറഞ്ഞു, ഞാൻ പോവുകയാണ്. കാരണം എന്താണ്? നിങ്ങൾക്ക് കാണാത്തത് എനിക്ക് കാണാം. കാരണം മലക്കുകൾ സഫായിട്ട് ഇറങ്ങുന്നുണ്ടപ്പോൾ ഇബ്ലീസ് പതുക്കുക. ഇബ്ലീസിന്റെ കൈ സുറഖത്തുമാന്റെ കൈ ഒരാളുടെ കയ്യിലിരിക്കുക, ഒരു ഖുറൈശിന്റെ. ആ കൈ പിടിച്ചിട്ട് എന്താ സുറഖത്തെന്ന് ചോദിച്ചു പറഞ്ഞു, ഞാൻ പോവുകയാണ്, നിങ്ങൾക്ക് കാണാത്ത എനിക്ക് കാണാമെന്ന്.
ഇവിടെ ഇബ്ലീസ് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ് നമുക്ക് കാണാൻ. ഇനി കേട്ടോളൂ, മൗലവി ഇവിടുന്ന് പറഞ്ഞു ബസ്സിർ ഫുആദി എന്ന് പറയുന്ന ഒരു പദ്യണ്ട് കുതുബിയ്യത്ത്. ആ ബസ്സിർ ഫുആദി സിറാതൻ അൻത സാലികുഹു ഫല്ലാഹു അതാകഹു ഫഅൻത മാലികുഹു വനദീമൻ ലദാ ഫിഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലി മുഹിയദ്ദീൻ. ഇതിനെ സംബന്ധിച്ച് മൗലവി പറയുന്നത് ഇത് ശിർക്കാണ്, കടുത്ത ശിർക്ക്. എന്താ കാരണോ? എന്റെ മനസ്സിന് സന്മാർഗത്തിന്റെ വഴി കാണിക്കണേ എന്നല്ലേ എന്റെ അർത്ഥം. അബൂ താലിബിന് സന്മാർഗം കൊടുക്കാൻ മുഹമ്മദ് നബിക്ക് കഴിഞ്ഞോ? പിന്നെ ആ മുഹീദ്ദീൻ ശൈഖിന് സാധിക്കുന്നു എന്നാ മൗലവിന്റെ ചോദ്യം. എന്നാ മൗലവിമാരെ, ഞാൻ ആയത്ത് ഹദീസ് ഒന്നും ഇപ്പൊ മറുപടി പറയുന്നില്ല. ഇന്നക ലതഹ്ദീ എന്ന് ഖുർആനിൽ തന്നെ ഉണ്ട്. ഹിദായത്തിനെ നബിയെ തങ്ങൾ വിതരണം ചെയ്യും, ഖുർആനിൽ തന്നെ ഉണ്ട്. അത് മൗലവിമാര് നോക്കിയില്ല, പോട്ടെ. എന്നാൽ നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുന്നു കേട്ടോ, ജിന്നുണ്ടല്ലോ, ജിന്ന് നന്മയിലേക്ക് പ്രേരിപ്പിക്കും എന്ന് നിങ്ങൾ പറയും. വലിയ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ശിർക്ക്, ജിന്ന് നന്മയിലേക്ക് പ്രേരിപ്പിക്കും എന്ന് പറഞ്ഞാൽ തൗഹീദ് അല്ലേ? അത് കേട്ടോളൂ. ജിന്നുകളിൽ വലിയ ഒരു പങ്ക് നമ്മുടെ മിത്രങ്ങളാണ്, നമ്മെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നവരാണ്, എപ്പോഴും നമ്മുടെ കൂടെ കൂട്ടാളിയായിട്ടുണ്ടാകുന്നവരുമാണ്. നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിനെ നന്മയിലേക്ക് ചിന്തിക്കുകയും തിന്മയുടെ സാഹചര്യം വരുമ്പോൾ നമ്മെ അതിൽ നിന്ന് തെറ്റിക്കുകയും തിന്മകളിൽ നമ്മുടെ കണ്ണ് അടയ്ക്കുകയും നമ്മുടെ കാലുകളെ അവിടെ നിന്ന് മാറ്റി സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന അനുഭവം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് സത്യവിശ്വാസികളായ ജിന്നുകളുടെ സാമീപ്യവും സാന്നിധ്യവും കൊണ്ടുകൂടിയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അത് സംഭവിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിനെ നന്മയിലേക്ക് ചിന്തിക്കുകയും തിന്മയുടെ സാഹചര്യം വരുമ്പോൾ നമ്മെ അതിൽ നിന്ന് തെറ്റിക്കുകയും തിന്മകളിൽ നമ്മുടെ കണ്ണ് അടയ്ക്കുകയും നമ്മുടെ കാലുകളെ അവിടെ നിന്ന് മാറ്റി സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന അനുഭവം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് സത്യവിശ്വാസികളായ ജിന്നുകളുടെ സാമീപ്യവും സാന്നിധ്യവും കൊണ്ടുകൂടിയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അത് സംഭവിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടായിരിക്കണം. ജിന്നുകൾ മനുഷ്യരുമായി യഥേഷ്ടം ഇടപഴകിക്കൊണ്ടാണുള്ളത് എന്നർത്ഥം. ഇപ്പൊ എന്തായി? ജിന്നുകള് നന്മയിലേക്ക് നയിക്കും, നമ്മൾ അറിയാത്ത രൂപത്തിൽ നയിക്കൂന്ന് പറഞ്ഞു. മുഹീദ്ദീൻ ശൈഖ് നയിക്കൂന്ന് പറഞ്ഞാലോ ശിർക്ക്, ശൈത്താൻ നയിക്കൂന്ന് പറഞ്ഞാലോ ജിന്ന് നയിക്കൂന്ന് പറഞ്ഞാലോ തൗഹീദ്. ഇതെന്ത് തൗഹീദാ മൗലവിമാരെ? ഇനി ഞാൻ ആയത്ത് ഹദീസ് ഓതേണ്ടി വരൂല. എനിക്ക് കേട്ടോളൂ, നിങ്ങളെ കൊണ്ട് എന്നെ ഓരോന്നിനും മറുപടി പറയിക്കാൻ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? മൗലവി ഇവിടുന്ന് പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താ വിശ്വസിക്കുന്നത്? അല്ലാഹു അർശിന്മേലാണ്. എങ്ങനെ? കൈഫശാ, അവനുദ്ദേശിക്കുന്നത് പോലെ, അവനുദ്ദേശിക്കുന്ന പ്രകാരത്തിൽ. അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹദ് നിർണ്ണയിക്കാൻ പറ്റൂല. എങ്ങനെ അപ്പുറമൊക്കെ അതിന്റെ അതിർത്തി എത്ര പ്ലേസ് വേണം അതൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഇരിക്കുന്ന രൂപ എങ്ങനെ മേപ്പോട്ട് നോക്കിയിട്ടോ താഴത്തേക്ക് നോക്കിയിട്ടോ കാല് നോക്കിയിട്ടോ ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല. എനിക്ക് കേട്ടോളൂ, അല്ലാഹുവിന് രണ്ട് കൈയുണ്ട്. അവന്റെ രണ്ട് കൈയും വലം കൈയാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അതാ നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അതാ നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. ഇവിടുന്ന് ഞാൻ മുമ്പ് ഉദ്ധരിച്ചു, അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്ന് പറയരുത്, അല്ല കയ്യും കാലുമുള്ള അവയവങ്ങളുണ്ടെന്ന് പറയരുത്. അതുപോലെ അല്ല ഒരു ഭാഗത്താണെന്ന് പറയരുത്. അള്ളാഹ്ക്ക് മേലെയും താഴെയും വലത്തു എടുത്തൊന്നുമില്ല. അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കരുത് എന്ന് ഖുർആൻ പരിഭാഷ, മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷ ഉദ്ധരിച്ച് ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞു. നവവി ഇമാമിന്റെയും ഗസാലി ഇമാമിന്റെയും കിതാബ് ഉദ്ധരിച്ചു. ഇമാം ഗസാലിയുടെ കിതാബ് ദുർവ്യാഖ്യാനം ചെയ്ത് എന്നിട്ട് മറുപടി പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് മൗലവി ചെയ്തത്. എന്നാ സഹോദരന്മാരെ, നിങ്ങൾക്ക് കേൾക്കണോ? അങ്ങനെ ഭാഗവുമായി ഒരു ബന്ധവുമില്ലെന്ന് മുജാഹിദിന്റെ പരിഭാഷ. ഭാഗവുമായി ബന്ധമില്ല, അള്ളാഹ്ക്ക് പ്രത്യേക ഭാഗവുമായി ബന്ധമില്ല എന്ന് എഴുതി. ആ എഴുതിയ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ സ്ക്രീനിൽ കാണിച്ചു. എന്നാ നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് എന്താണെന്നറിയോ? അള്ളാഹുവിന് ഭാഗമുണ്ടെന്ന് വിശ്വസിച്ചാൽ കാഫിറാണ് എന്ന് ഞാനല്ല പറയുന്നത്. മുജാഹിദേ, കാഫിറായി മരിക്കണ്ട. ശരിക്ക് കേട്ടോ, നിങ്ങളെ മുഖപത്രമായ അൽമനാർ ഫതാവൽ മനാർ അതിൽ പറയുന്നു, മുബ്തദി കാഫിർ എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്. കാഫിറായ മുബ്തദി ആരാണത്? അള്ളാഹുവിന് ഭാഗമുണ്ടെന്നോ സ്ഥലമുണ്ടെന്നോ വിശ്വസിക്കുന്നവർ കാഫിറായ മുബ്തദിയാണെന്ന് നിങ്ങളുടെ അൽമനാറിൽ പറയുന്നു.
ഇവിടെ വന്നിട്ടും പറഞ്ഞില്ലേ അള്ളാഹ്ക്ക് കൈയുണ്ട് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അള്ളാഹ്ക്ക് വലത്തു എടുത്തുകൊണ്ടെന്നല്ലേ പറയുന്നത്? അള്ള മേലേന്ന് താഴെ കൊന്നാം ആകാശത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അള്ളാഹ്ക്ക് കൈയുണ്ട് എന്നല്ലേ പറയുന്നത്? അള്ളാഹ്ക്ക് മേലെയും താഴെ ഉണ്ട് എന്നല്ലേ പറയുന്നത്? എന്നാ മൗലവി 1952 ജനുവരി 20 തീയതിയത്തെ നിങ്ങളെ അൽമനാറാണിത്. ഈ അൽമനാറിൽ നിങ്ങൾ തന്നെ പറയുന്നു അള്ളാഹ്ക്ക് ഭാഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ കാഫിറാണ്. മുബത്തദി കാഫിർ. അള്ളാഹുവിന് ജഡം, രൂപം, ഭാഗം, സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിക്കുക, ഈ വിശ്വാസമുള്ളവൻ മുബത്തദി കാഫിർ എന്ന് നിങ്ങൾ അൽമനാറ്. ഇപ്പൊ നിങ്ങൾ പറയുന്നതോ അള്ളാഹ്ക്ക് വലത്തെ കൈയും ഇടത്തെ കൈയും ഉണ്ടെന്ന് ഇബ്നു അബ്ദുൽ വഹാബ് തൗഹീദ് കൊണ്ടവനെ. വലത്തെ കൈയും ഇടത്തേക്ക് ഉണ്ടായ ഭാഗം വേണ്ടേ? ഇതാണ് കേട്ടോളൂ. അള്ളാഹുവിന്റെ കൈകളെ കുറിച്ച പരാമർശം ആകാശങ്ങൾ വലതു കൈയിലും ഭൂമി ഇടതു കൈയിലുമാണ്. അള്ളാഹ്ക്ക് വലത്തും ഇടത്തുണ്ട്, വലത്തും കയ്യുണ്ട് ഇടത്തും കയ്യുണ്ട്. എന്നാൽ നമ്മളെ സക്കരിയ സലാഹില്ലേ കീഴൻ ഉസ്താദിന്റെ എതിരായിട്ട് പ്രസംഗിച്ച മൗലവി, ആ മൗലവിയുടെ ബുക്കാണിത്. പേര് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ഇതിന്റെ 25ാമത്തെ പേജിൽ മൗലവി പറയുന്നത് എന്താ? നമ്മളെ സലഫി പ്രസംഗിക്കുമ്പോ മൗലവി ഉണ്ടാകാറുണ്ടല്ലോ സ്റ്റേജുമ്മല്, അള്ളാഹുവിന്റെ ഇരു കൈകളും വലം കൈയാണെന്നും അഥവാ അവന് ഇടതു കൈ ഇല്ലെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അള്ളാഹ്ക്ക് ഇടതു കൈ ഇല്ല. മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ബുക്കിലോ അള്ളാഹ്ക്ക് വലത്തുണ്ട് കൈ ഇടത്തുണ്ട് കൈ. അത് കുറച്ച് 10-200 കൊല്ലം മുമ്പുള്ള സംഭവമാണ്. ഇപ്പൊ 200 കൊല്ലത്തിന്റെ ശേഷം ഉണ്ടായ സംഭവമാണ്. എന്ത്? പുതിയ മൗലവിയായി നോക്കുമ്പോ അള്ളാഹ്ക്ക് ഇടത്ത് കൈയില്ല, ബലത്ത് മാത്രമേ ഉള്ളൂ. അള്ളാഹ്ക്ക് 2 കൈയും ബലത്ത്. അള്ളാഹുവിന് 2 കൈയുണ്ട്. അവന്റെ 2 കൈയും വലം കൈയാണ്. ഇത് ഞാൻ കൊണ്ടോട്ടിന്ന് കാണിച്ചപ്പോഴാ കൊണ്ടോട്ടിയിലെ സാസുന്ന ഒരാൾ ചോദിച്ച് അല്ല വികലാംഗനാണ് ഇവരിപ്പം പറയുന്നത്. അള്ളാനെ കൊണ്ടായി കളിക്കുന്നത്, പേരോടിനെ കൊണ്ട് കളിക്കുന്ന ഒരു വിഷയ ഇവർക്ക്. പേരോടിനെ ജിന്നാക്കി കളിക്കുന്ന ഒരു വിഷയ അള്ളാനെ കൊണ്ടല്ലേ കളിക്കുന്നത്. ഇസ്ലാമിൽ വിശ്വാസമുണ്ടോ ഇവർക്ക്? ഇനി അള്ള മേലേന്ന് താഴെ ഇറങ്ങൂ. നിങ്ങൾ അൽമനാറിലില്ലേ അള്ളാഹു തആല മേലെ, അള്ളാഹു ആകാശത്തിന് മുകളിൽ സൃഷ്ടികളിൽ നിന്നെല്ലാം വേറിട്ട് സിംഹാസനത്തിലാണ് എന്ന് നിങ്ങൾ അൽമനാറിലില്ലേ? എന്തൊക്കെയാ എഴുതി വെച്ചത് സഹോദരന്മാരെ? എന്നിട്ട് സുലൈമാൻ സഖാഫിന്റെ ഒരു ബുക്ക്, ആ ബുക്കിൽ അദ്ദേഹം നിങ്ങൾ ഇങ്ങനെ അർത്ഥം പറയാറുണ്ട് എന്ന് എഴുതിയ സ്ഥലത്ത് ഒരു ഹദീസിന്റെ പ്രകടമായ അർത്ഥം ഇപ്രകാരം വായിക്കാം, ഇപ്രകാരം വിശ്വസിക്കാന്നല്ല, ഇപ്രകാരം വായിക്കാം. നബി പറയുന്നു എല്ലാ രാത്രിയും അല്ലാഹു ആകാശത്തിലേക്ക് ഇറങ്ങി വരും. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം നവവി പറയുന്നു എന്ന് പറഞ്ഞൊരു വിശദീകരണം. ഇപ്പൊ നിങ്ങൾ എഴുതുന്നത് ഇങ്ങനെ വായിക്കാൻ അയാൾ പറഞ്ഞത് കൊണ്ടുവന്നിട്ട് പേരോട് ഇവിടെ ആദാവർത്തി ഇയാൾ പറയാണെന്ത് നിങ്ങളെ സുലൈമാൻ സഖാഫിയും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എഴുതി അങ്ങനെ തന്നെയല്ലേ ഞങ്ങൾ വായിക്കുന്നു, അല്ലാണ്ട് ഇങ്ങനെ വായിക്കുക? നിങ്ങൾ എഴുതിയത് ഇങ്ങനെ അല്ലാതെ വായിക്കാൻ പറ്റുമോ? നിങ്ങൾ അങ്ങനല്ലേ എഴുതിയത്? എന്നിട്ട് ഞങ്ങൾ പറഞ്ഞാണെന്ന് വെച്ച് കെട്ടിയില്ലേ? കബളിപ്പിക്കലല്ലേ മൗലവി? ഇനി സഹോദരന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് ഇവിടെ വന്നിട്ട് മൗലവി പറയുന്നത്? ഞങ്ങൾ മാത്രല്ല, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ കിതാബുൽ ഗുന്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലാഹ്ക്ക് കൈയുണ്ട്, കാലുണ്ട്, പടച്ചവൻ സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് എന്ന് കിതാബുൽ ഗുന്യത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് നാദാപുരത്ത് വന്ന് മൗലവി പ്രസംഗിച്ചില്ലേ? ഓ മൗലവി, ഷാർജയിലെ റൂം എന്ന് പറഞ്ഞാ പോരെ? നാദാപുരത്ത് വന്നിട്ട് ഈ വിവരക്കേട് വിളമ്പണോ? മഹാനായ ഔസുൽ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അലൈഹി തങ്ങൾ അങ്ങനെ അള്ളാഹുവിന് അവയവങ്ങൾ ഉണ്ടെന്നും അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ടെന്നും അതുപോലെ അള്ളാഹു തആല സിംഹാസനത്തിന് മുകളിൽ ഇരിക്കുകയാണെന്നും പറഞ്ഞിട്ടുണ്ടോ മൗലവി? പച്ചക്കള്ളമല്ലേ മൗലവി? മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവൽ ഹദീസിൽ പ്രത്യേകം പറയാണ്. എന്താ പറയുന്നത് കേട്ടോളൂ. വയ്യാക അൻ തതറ അയ്ദൻ ബിമാ വഖഅ ഫിൽ ഗുന്യതി ലിഇമാമിൽ ആരിഫീന വഖുതുബിൽ ഇസ്ലാമി വൽ മുസ്ലിമീന അൽ ഉസ്താദി അബ്ദുൽ ഖാദിർ അൽ ജീലാനി, അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുൽ ഗുന്യത്തിൽ നടന്ന ഒരു സംഭവം, കിതാബുൽ ഗുന്യത്തിൽ നടന്ന ഒരു സംഭവം അത് കണ്ടു നീ പെട്ടുപോകണ്ട. അതെന്താ നടന്നത്? ഫൈന്നഹു ദസ്സഹു അലൈഹി ഫീഹാ മൻ സയന്തഖിമുല്ലാഹു മിൻഹു. ഖിയാമത്ത് നാളിൽ അല്ലാഹ് ഇത് പകരം കൊടുക്കും. അങ്ങനത്തെ ചില വിവരം കെട്ടവര് ബഹുമാനപ്പെട്ടവരുടെ കിതാബിൽ എഴുതി ചേർത്തതാണത്. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കിതാബിൽ വിവരം കെട്ട ചില ആളുകള്, പടച്ചവന് പേടിയില്ലാത്തവര് എഴുതി ചേർത്ത് കൊടുത്തതാണത്.
ബഹുമാനപ്പെട്ട ശൈഖ് അതിന് ഉത്തരവാദി അല്ല. ഫഹുവ ബരീഉം മിൻ ദാലിക. മുഹീദ്ദീൻ ശൈഖ് അങ്ങനെ എഴുതിയിട്ടില്ല. അത് ഈ കപട വിശ്വാസികൾ എഴുതി ചേർത്തതാണ് എന്ന് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിൽ കണ്ടു നീ പെട്ടുപോകണ്ട എന്ന് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ ഹദീസിൽ പറഞ്ഞിട്ടില്ലേ? 145-ാമത്തെ പേജിലെ കിതാബ് കാണാത്ത മുജാഹിദിന്റെ കുട്ടികളെ ഷാർജയിലെ റൂമിൽ ഇരുത്തിയിട്ടെടുക്കുന്ന ക്ലാസ്സാണ് നാദാപുരത്ത് വന്നുള്ള പ്രസംഗം എന്ന് തെറ്റിദ്ധരിച്ചോ മൗലവി? ഈ കുടുക്കുന്ന നിങ്ങൾ സലാമത്താകാൻ പോകുന്നില്ല. ദുന്യാവിലും സലാമത്താവൂല, ആഖിറത്തിലും സലാമത്താവൂല കേട്ടോ. അത് നിങ്ങളെ മുജാഹിദിനോട് പറഞ്ഞാ മതി, ഞങ്ങളോട് വന്ന് വിളമ്പണ്ട. കിതാബിൽ ഉന്നത്തിലുണ്ടെന്ന്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ സെൽസബീലില്ലേ ചില കിതാബുകളിൽ തിരിമറി നടന്നിട്ടുണ്ടെന്ന്? ഇല്ലേ? ഞാൻ വായിക്കുന്നു കേട്ടോളൂ. കൈക്രിയകൾ ഗ്രന്ഥങ്ങളിലും ചരിത്രത്തിലും ധാരാളം നടന്നിട്ടുണ്ട്. നിങ്ങൾ കൈക്രിയ നടത്തിയതാണിത്. ഇത് നിങ്ങളെ സെൽസബീലിൽ തന്നെ പറഞ്ഞിട്ടില്ലേ? എഴുതി വെച്ചോ മൗലവി. സെൽസബീന്റെ പുസ്തകങ്ങളിലൊക്കെ മൗലവി തെരഞ്ഞു നോക്കിക്കോ, ഇല്ലെങ്കിൽ നിഷേധിക്കൂ. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ കിതാബുൽ ഉന്നത്ത് തന്നെ പരിശോധിച്ചാൽ അത് കൂട്ടിച്ചേർത്തതാണെന്ന് വ്യക്തമാകും. നോക്കോളൂ, ഇതിൽ മുഹീദ്ദീൻ ശൈഖിന്റെ വാചകമായി തന്നെ നമുക്ക് കാണാം. വലാ യജൂസു അലൈഹിൽ ഹുദൂദ് വലൽ നിഹായ വലൽ ഖബ്ൽ വലൽ ബഅദ് വലാ തഹ്ത് വലാ ഖുദ്ദാം വലാ ഖൽഫ് വലാ കൈഫ് لأن جميع ذلك ما ورد به الشرع إلا أن ما ذكرناه من أنه على العرش استوى على ما ورد به القرآن والأخبار بل هو عز وجل خالق لجميع الجهات. എന്താണ് മുഹീദ്ദീൻ ശൈഖ് അല്ലാഹുവിന്റെ ഈ കിതാബിലൂടെ പറഞ്ഞത്? അല്ലാഹുവിന് അതിരില്ല, അറ്റമില്ല. മുമ്പ്, ശേഷം, താഴെ, മുന്നിൽ, ബേക്കിൽ, രൂപം, ഇങ്ങനത്തെ ഒന്നുമില്ല. പിന്നെയോ അലൽ അർശി ഇസ്തവ എന്ന് പറയാം. അലാ മാ വറദ ബിൽ ഖുർആൻ വൽ അഖ്ബാർ, ഖുർആനും ഹദീസിലും വന്നത് പറയാം. ബൽ ഹുവ അസ്സ വജല്ല ഖാലിഖുൽ ലിജമീൽ ജിഹാദ്, അല്ലാഹു തആല സർവ്വഭാഗങ്ങളിൽ പടച്ചവനാണ്. അതുകൊണ്ട് അല്ലാഹുവിന് ഭാഗം ഇല്ല. ഇതാണ് മുഹീദ്ദീൻ ശൈഖ് അല്ലാഹു പറഞ്ഞത് ഇവിടെ ഉള്ളത്. വലാ യജൂസു അലൈഹിൽ ഹുദൂദ് വലൻ നിഹായ, അല്ലാഹുവിന് അതിരില്ല, അറ്റമില്ല. എന്നാലേ ഇതിൽ കൂട്ടിച്ചേർത്ത വാചകം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒരു സ്ഥലത്ത് പറയുന്നു അന്നഹു ഇസ്തിവാഉ ദാത്തി അലൽ അർശ്. അപ്പൊ അല്ലാഹു അർശിന്റെ മേലെയാണ് അല്ലാഹുവിന്റെ ദാത്ത് ഉള്ളത് എന്ന് സമർത്ഥിക്കുന്ന ശൈലിയിലാണ് ഇവിടെ സംസാരം. ഇനിയും കേട്ടോളൂ. വലിൽ അർശി ഹദ്ദുൻ യഅലമുഹുല്ലാഹ്, അർശിന് അതിരുണ്ട്. അല്ലാഹ്ക്ക് അതിരില്ല എന്നൊരു സ്ഥലത്ത്. അല്ലാഹ് അർശിന്റെ മുകളിലാണ് ഒരു ഭാഗത്ത്. ആ അർശിന് അതിരുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹ്ക്ക് അതിരുണ്ട് ആയില്ലേ? അപ്പൊ വൈരുദ്ധ്യയില്ലേ? അപ്പൊ വാസ്തവത്തിൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ ഈ കിതാബിൽ മഹാനവറുകൾ എഴുതിയതല്ല. ഇത് ചിലര് മഹാനവറുകൾ എഴുതാത്ത ചില വാചകങ്ങൾ കൂട്ടിച്ചേർത്ത് കൊടുത്തതാണ്. ഇനി ഒന്നുകൂടി പറയട്ടെ, മുഹീദ്ദീൻ ശൈഖിന്റെ ഉന്നത്തി മൗലവി എങ്ങനെ ഇവിടെ ഉദ്ധരിക്കാനാക്കി ധൈര്യം വന്നത്? കാരണം മൗലവിമാരുടെ വാദം എന്താണ്? അള്ളാഹുവിന്റെ ഇരിപ്പിടമാണ് അർശ് എന്നാണ്. അല്ലെ അൽമനാറിൽ എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ ഇരിപ്പിടമാണ് അർശ് എന്ന് ഖുർആനിൽ നിന്ന് വ്യക്തമാകുന്നു എന്നാണ്. അള്ളാന്റെ ഇരിപ്പിടം, അള്ളാഹ് ഇരിക്കുന്ന സ്ഥലമാണ് അർശ്. അൽമനാറിലുള്ളതാ. അന്നാ മുഹീദ്ദീൻ ശൈഖ് എന്താ പറഞ്ഞത്? ലാ അലാ മാനൽ ഖുഊദി വൽ മുമാസത്തി കമാ ഖാലത്തിൽ മുദസ്സിവത്തു വൽ കറാമിയ. അല്ലാഹു തആല ഇരിക്കുന്നു എന്ന അർത്ഥത്തിലോ സ്പർശിക്കുന്നു എന്ന അർത്ഥത്തിലോ അല്ലാഹു അർശിന്മേലാണെന്ന് ആരും പറഞ്ഞേക്കരുത്. അപ്പൊ ഇരിപ്പിടമാണ് നിങ്ങൾ അൽമനാറിലുള്ളത്. അതിലെതിരാണ് മുഹീദ്ദീൻ ശൈഖിന്റെ ഉന്നത്തിലുള്ളത്. ചിലർ കൂട്ടിച്ചേർത്തതും ഉണ്ട്. നിങ്ങൾക്ക് കാണാം മൗലവി എന്തെല്ലാം തോന്നിവാസങ്ങളാ വിളിച്ചു പറഞ്ഞത്. മൗലവി എന്താ വായിച്ചത്? ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിൽ വായിച്ചു. അതിലെന്താ ഉള്ളത്? അഖ്ബാറു സിഫാത്തി തുമറു കമാ ജാഅത് ബിലാ തസ്ബീഹിൻ വലാ തഅതീലിൻ. എന്താ അതിന്റെ അർത്ഥം? സിഫത്തുകൾ വിവരിക്കുന്ന ഖുർആനിലും ഹദീസിലുമുള്ള വാചകങ്ങൾ വന്നതുപോലെ അങ്ങ് പറയേണ്ടതാണ്. അതിലൊന്നും തന്നെ സൃഷ്ടികളോട് തുല്യമാകുന്ന വിധത്തിൽ ഒന്നും അതിനെപ്പറ്റി വിവരിക്കരുത്. ആ ഹദീസും ഖുർആനിലും വന്നതില്ല എന്നും പറയരുത് എന്നല്ലേ പറഞ്ഞത്. അതുപോലെ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അതാ കൈഫശാ വ കമാശാ എന്ന് പറഞ്ഞതിന് മൗലവി എന്തൊക്കെയാ പറഞ്ഞത്? മേൽപോട്ട് നോക്കിയിട്ടോ കാല് താത്തിയിട്ടോ എന്നറിയില്ല എന്നല്ലേ അർത്ഥം വെച്ചത് മൗലവി. അതിനർത്ഥം അങ്ങനെയല്ല. കൈഫശാ വ കമാശാ എന്ന് പറഞ്ഞാൽ ആ അല്ലാഹു തആലയെ സംബന്ധിച്ച് വന്ന വാചകത്തിന് അല്ലാഹ് ഉദ്ദേശിച്ച മാന എന്താണ്, നബി തങ്ങൾ ഉദ്ദേശിച്ച മാന എന്താണ്, അത് നമുക്ക് പറയാൻ കഴിയില്ല എന്നാണ്.
ഇനിയും കേട്ടോളൂ സഹോദരന്മാരെ, ഇമാം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അതാ വ്യക്തമായി തന്നെ പറയുന്നത് കണ്ടോളൂ. വലാ നഖ്റുജു മിനൽ കിതാബി വസുന്നതി, ഖുർആനിൽ സുന്നത്തിൽ നമ്മൾ പുറത്തു പോകൂല. നഖ്റഉൽ ആയത്ത് നമ്മൾ ഓതും. അർറഹ്മാനു അലൽ ഇസ്തിവ ആയത്ത് നമ്മൾ ഓതും. യദുല്ലാഹി ഫൗക അയ്ദിഹിം ആയത്ത് ഓതും. വൽ ഖബറ യൻസിലു റബ്ബുനാ തബാറക വ തആല ഹദീസ് നമ്മൾ ഓതും. വനുമിനു ബിമാ ഫീഹിമാ, അതിലെന്താണോ ഉള്ളത് അത് നമ്മൾ വിശ്വസിച്ചു എന്ന് നമ്മൾ പറയും. വനഖിലുൽ കൈഫിയത ഫി സിഫാത്തി ഇലാ ഇൽമില്ലാഹി അസ്സ വജല്ല, എന്താണ് പറഞ്ഞതെന്നതിന്റെ വിവരണം അത് അല്ലാഹുവിന്റെ ഇൽമിലേക്ക് നമ്മൾ തിരിക്കും, നമുക്കതറിയില്ല എന്ന് പറയും. കമാ ഖാല സുഫിയാൻ ഇബ്നു റളിയല്ലാഹു അൻഹു, സുഫിയാൻ ഇബ്നു റഹ്മഹുല്ലാഹ് പറഞ്ഞതുപോലെ. എന്താ സുഫിയാൻ ഇബ്നു റളിയല്ലാഹു അൻഹു പറഞ്ഞത്? കമാ വസഫല്ലാഹു തആല നഫ്സഹു ഫീ കിതാബിഹി, അല്ലാഹുവിന്റെ കിതാബിൽ അവന്റെ നഫ്സിന് അല്ലാഹു എന്താണോ പറഞ്ഞതുപോലെ നമ്മൾ പറയും. ഫതഫ്സീറുഹു ഖിറാഅത്തുഹു, അതിനെപ്പറ്റിയുള്ള വിവരണം അത് ഓതൽ തന്നെയാണ്. ലാ തഫ്സീറ ലഹു ഗൈറുഹാ, അത് ഓതലല്ലാത്ത ഒരു മഅനയും ഒരു വ്യാഖ്യാനവും ഒരു തഫ്സീറും ഒരു വിവരണവും അതിനെപ്പറ്റി നടത്താൻ പറ്റില്ല. വലം നുതകല്ലഫു ഗൈറ ദാലിക, അതല്ലാത്ത മറ്റൊന്ന് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഫൈനഹു ഗൈബുൻ, അത് മറഞ്ഞ വിഷയങ്ങളാണ്. ലാ മജാല ലിൽ അഖ്ലി ഫീ ഇദ്റാകിഹി, അതെത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. വനസ്അലുല്ലാഹൽ അഫ്വ വൽ ആഫിയത വനഊദു ബിഹി മിൻ അൻ നഖൂല ഫീഹി വഫീ സിഫാതിഹി മാ ലം യുഖ്ബിർനാ ബിഹി ഹുവ ഔ റസൂലുഹു അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹും റസൂലും പറയാത്തൊരു സംഗതി അല്ലാഹുവിന്റെ സിഫത്തിന്റെ കാര്യത്തിൽ പറയുന്നതിൽ നമ്മൾ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. ചോദിക്കട്ടെ മൗലവിമാരെ, അല്ലാഹുവിന്റെ ഇരിപ്പിടമാണ് അർശ് എന്ന് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? അല്ലാഹും റസൂലും പറയാത്തത് പറയുന്നതിൽ കാവൽ ചോദിക്കുകയല്ലേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ഒന്നുകൂടി ചോദിക്കട്ടെ, ഫതഫ്സീറുഹു ഖിറാഅത്തുഹു, അത് ഓതൽ തന്നെയാണ് അതിന്റെ തഫ്സീർ എന്നല്ലേ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഖുർആൻ അങ്ങനെ മനസ്സിലാകുന്നു ഇങ്ങനെ മനസ്സിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നത് അല്ലാഹുവിനെ കൊണ്ട് കളിക്കുകയല്ലേ, അല്ലാഹുവിന്റെ സിഫത്ത് മാറ്റിമറിക്കുകയല്ലേ, ഇമാമിങ്ങൾ പറഞ്ഞതിനെതിരല്ലേ? എന്റെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കിതാബിൽ പിൽക്കാലത്താരോ കടത്തിക്കൂട്ടിയ ചില ഉദ്ധരണികൾ വായിച്ചിട്ട് ജനങ്ങളെ കബളിപ്പിക്കാനല്ലേ മൗലവി ശ്രമിച്ചത്. ഇനി ഒന്നുകൂടി മൗലവിന്റെ ഒരു വിവരക്കേടും കൂടി ഞാൻ പറയട്ടെ. മൗലവി വായിക്കുകയാണ്. ഖാലൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ്, ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇദാ ഖാലഹുൽ ജഹ്മി, അവൻ നിന്നോട് പറഞ്ഞാൽ അന കാഫിറുൻ ബി റബ്ബിൻ യൻസിലു, അതെ ഇറങ്ങുന്ന റബ്ബിനെ കൊണ്ട് ഞാൻ അവിശ്വാസിയാണ് എന്ന് പറഞ്ഞാൽ ഫഖുല്ലഹു, നീ അവനോട് പറയണം. എന്താ പറയണ്ടേ? അന മുഅ്മിനും ബി റബ്ബി യൻസിലു എന്ന് പറയണമെന്നാ പറഞ്ഞേ. അങ്ങനെ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു പറഞ്ഞില്ല. കാരണം അങ്ങനെ പറയാൻ നമുക്ക് അധികാരമില്ല. ഹദീസിൽ വന്ന് അങ്ങനെ തന്നെ പറയാന്നല്ലാതെ, ഖുർആനിൽ വന്ന് അങ്ങനെ തന്നെ പറയാന്നല്ലാതെ നമ്മളെ വകയിൽ അന മുഅ്മിനും ബി റബ്ബി യൻസിലു എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് മഹാനവറുകൾ എന്താ പറഞ്ഞത്? ഫഖുല്ലഹു അന മുഅ്മിനും ബി റബ്ബിൻ യഫ്അലു മാ യശാഉ, ഉദ്ദേശിക്കുന്നത് ചെയ്യുന്ന അല്ലാഹ് റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു എന്നേ നീ പറയാവൂ. നീ തിരിച്ച് അന മുഅ്മിനും ബി റബ്ബിൻ യൻസിലു എന്ന് പറയരുത് എന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു പറഞ്ഞു. മൗലവി അതെന്തിനാ ഉദ്ധരിച്ചത്? റബ്ബി യൻസിലു എന്ന് നമ്മളെ വകയിൽ പറയാന്നുള്ളതിനകത്ത് തെളിവ് ഉദ്ധരിച്ചത്. മൗലവിയുടെ വിവരക്കേടാണ് കേട്ടോ. അതുകൊണ്ട് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അതിനും ഉത്തരവാദിയല്ല.